السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس من يعبد الله على حرف فإن أصابه خير اطمأن به وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين. സ്നേഹമുള്ള വിശ്വാസികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവലോക പരിപാലകനും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവൻ്റെ കൽപ്പനകളെ, നിർദ്ദേശങ്ങളെ, വിധിവിലക്കുകളെ ജീവിതത്തിൽ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ ദീന് ചർച്ച ചെയ്യുന്ന, അവൻ്റെ മലക്കുകളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാകാൻ സാധിക്കുന്ന ഒരു സദസ്സിലാണ്, സന്ദർഭത്തിലാണ് അൽഹംദുലില്ലാഹ് നമ്മളെല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. പരലോകത്ത് നമ്മളെല്ലാവരും ഉയർത്തെഴുന്നേൽക്കപ്പെടുന്ന സന്ദർഭത്തിൽ നമ്മുടെ എല്ലാവരുടെയും കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ സ്വർഗപ്രവേശനം സാധ്യമാകുന്ന, അതിന് സഹായകമാകുന്ന ഒരു വലിയ സൽക്കർമ്മമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമ്മിൽ നിന്ന്
സ്വീകരിക്കുമാറാകട്ടെ. പല നിലക്കും ആരോഗ്യം കൊണ്ടും സാമ്പത്തികമായും നാടിൻ്റെ സാഹചര്യം കൊണ്ടുമൊക്കെ വിവിധ തരത്തിലുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. അല്ലാഹു നമുക്കെല്ലാവർക്കും നമ്മുടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷയും മോചനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരാൾ കടന്നു വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഹദീസുകളിൽ, ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ആ വന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ഹദ്ദിസ്നി ബി അംറിൻ അഅ്തസിമു ബിഹി, എന്നോട് ഒരു കാര്യം പറഞ്ഞു തരൂ, എനിക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന, എനിക്ക് എല്ലാത്തരം പ്രയാസങ്ങളിൽ നിന്നും രക്ഷ നേടി എനിക്കൊരു വിജയകരമായ ജീവിതം നയിക്കാൻ എന്നെ പ്രാപ്തമാക്കുന്ന ഒരു കാര്യം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടു വാക്കിൽ വളരെ വിശാലമായ അർത്ഥമുള്ള വളരെ കനപ്പെട്ട ഒരു ഉപദേശം അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖുൽ, നീ പറയുക, റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അള്ളയാണ് എന്ന് നീ പ്രഖ്യാപിക്കുക, പറയുക. ഫുമ്മസ്തഖിം, എന്നിട്ട് നിന്റെ ആ പ്രഖ്യാപനത്തിൽ അടിയുറച്ച് നീ നിലകൊള്ളുകയും ചെയ്യുക. അപ്പൊ നിനക്ക് രക്ഷയും സമാധാനവും കിട്ടുന്ന ഒരു വഴിയാണ്. അള്ളയാണ് എൻ്റെ റബ്ബ് എന്ന് പറയുകയും ആ പ്രഖ്യാപനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതം സുരക്ഷിതമാകുന്നത്. ഇസ്തിഖാമത്തുണ്ടാകണം. ഇൻഷാ അല്ലാഹ് കുറച്ചു നേരം നമ്മുടെ ഈ ഒരു സംസാരത്തിൽ ഇസ്തിഖാമത്തിനെ കുറിച്ചാണ് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. തനിക്ക് രക്ഷപ്പെടണമെന്നും തനിക്ക് വിജയിക്കണമെന്നും ആവശ്യം പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന മനുഷ്യനോട് അള്ളയാണ് എൻ്റെ റബ്ബെന്ന് പറഞ്ഞുകൊണ്ട് നീ അതിൽ അടിയുറച്ച് നിൽക്കണം, അതിലാണ് നിനക്ക് രക്ഷയും സമാധാനവും ഉള്ളത് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചുവെങ്കിൽ ഇസ്തിഖാമത്തിൽ നിലനിൽക്കാൻ കഴിയുക എന്നത് ഒരു വലിയ സൗഭാഗ്യമാണ്. അതെല്ലാ ആളുകൾക്കും ലഭിക്കുക എന്നത് ഉണ്ടാവില്ല. ചിലപ്പോ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് അതിൽ നിന്ന് തെറ്റിപ്പോയ ആളുകൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പല നിലക്കും ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ ശരിയായ വിശ്വാസത്തിന്റെ വഴിയിലൊക്കെ വന്ന് തിരിച്ചുപോയ ആളുകൾ ഉണ്ടാകും. മുസൈലിമത്തുൽ കദ്ദാബ് കള്ളപ്രവാചകത്വം വാദിച്ച ആളാണ്. ഒരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വിശ്വാസിയായി കഴിഞ്ഞ മനുഷ്യന് പിന്നീട് വേറെ ചില ചിന്തകൾ കടന്നുകൂടുകയും അദ്ദേഹം തൻ്റെ ആ ഒരു വിശ്വാസപരമായ അവസ്ഥയിൽ നിന്നൊക്കെ മാറി ഒരിക്കലും ഒരു വിശ്വാസി പ്രഖ്യാപിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ച് വഴിമാറിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് വളരെ ശക്തമായി ഒരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതിൽ എല്ലാവരും പോരാട്ടം ഇങ്ങനെ അവസാനിപ്പിച്ച ശേഷവും ഒരാൾ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കാൻ. അപ്പൊ ആളുകളൊക്കെ അയാളെ കുറിച്ച് നല്ലത് പറയാൻ, അയാളാണ് ധീരൻ കേട്ടോ, അയാള് ഇന്ന് നമ്മുടെ കൂട്ടത്തിലെ പോരാളി ആ മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കാൻ.
ആ സന്ദർഭത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അയാൾ നരകത്തിലാണ്. അപ്പൊ ഇത് കണ്ടപ്പോൾ ഒരു സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു, എന്താ നബി അങ്ങനെ പറയണത്, ഞാൻ അദ്ദേഹത്തെ ഒന്ന് ഫോളോ ചെയ്യട്ടെ. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക? ആ സ്വഹാബി അദ്ദേഹത്തിന്റെ പുറകെ പോകുമ്പോൾ ശത്രുവിൽ നിന്ന് തിരിച്ച് ഒരു ആക്രമണം ആ മനുഷ്യനെ ഏൽക്കുകയും ആ വേദന സഹിക്കാൻ കഴിയാതെ തൻ്റെ വാളിന്റെ പിടിഭാഗം മണ്ണിൽ ഉറപ്പിച്ചു വെച്ച് അതിൻ്റെ ആ അഗ്രഭാഗം തൻ്റെ മാറിന്റെ മധ്യത്തിലാക്കി അതിലേക്ക് അമർന്നു കിടന്ന് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വേഗത്തിൽ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തപ്പം അങ്ങനെ പറയാനുള്ള കാരണം? ഷഹാദത്തൊക്കെ ഉച്ചരിച്ച് കൂടെ കൂടിയ ആളാണല്ലോ, പിന്നെ ഇപ്പൊ അത് പ്രഖ്യാപിക്കാനുള്ള കാരണം എന്താ? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞില്ലേ, അപ്പൊ ഞാൻ എന്തുകൊണ്ട് എന്നറിയാൻ അദ്ദേഹത്തിനെ അങ്ങനെ ഫോളോ ചെയ്ത് നോക്കിയപ്പോൾ ഈ രൂപത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതാണ് ഞാൻ കണ്ടത്. അപ്പൊ സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ഏറ്റവും അവസാന നിമിഷം വരെ വളരെ ശക്തമായി പോരാട്ടം നടത്തിയിട്ട് ആ അവസാന സെക്കൻഡിൽ അതിന് വിപരീതമായ, അതിന് വിരുദ്ധമായ ഒരു കാര്യം ചെയ്ത് ലോകത്തോട് വിട പറയേണ്ടി വരിക എന്നത് എത്ര വലിയ അപകടമുള്ള കാര്യമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ തന്നെ നമുക്ക് കാണാം, നബിയിൽ ഒരിക്കലും വിശ്വസിക്കാതെ കഴിഞ്ഞിരുന്ന ഒരാൾ ഒരു യുദ്ധത്തിന്റെ വേളയിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, റസൂലേ, ഞാൻ ഇപ്പോൾ ഇസ്ലാം സ്വീകരിച്ച് വിശ്വാസിയാകുകയാണോ ചെയ്യേണ്ടത്, ഞാൻ താങ്കളുടെ കൂടെ യുദ്ധത്തിന് പോലെയാണോ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്ലിം സുമ്മ ഖാതിൽ, നീ ഇസ്ലാം സ്വീകരിക്ക്, എന്നിട്ട് നീ യുദ്ധം ചെയ്യും. ഹദീസിൽ കാണാം, ആ സംഭവ ചരിത്രത്തിൽ നമുക്ക് കാണാം, അസ്ലമ സുമ്മ ഖാതല ഫഖുതില, ആ മനുഷ്യൻ ഇസ്ലാം സ്വീകരിക്കുകയും യുദ്ധം ചെയ്യുകയും ഫഖുതില, അദ്ദേഹം കൊല്ലപ്പെടുകയും ആ യുദ്ധത്തിൽ ഷഹീദാവുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ കുറിച്ച് പറയാണ്, അമില ഖലീല വ ഉജ്റ കസീറ. അമില ഖലീല, വളരെ കുറച്ച് മാത്രം അദ്ദേഹം പ്രവർത്തിച്ചുള്ളൂ. ആ യുദ്ധത്തിന് പോകുമ്പോഴാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നത്. ഒരുപക്ഷെ ഒരു വക്ത് നിസ്കരിക്കാൻ, ഒരു നോമ്പെടുക്കാൻ, ഒരു ഹജ്ജിനോ ഉംറക്കോ ഉള്ള അവസരം ഒന്നും കിട്ടിയിട്ടില്ല. അമില ഖലീല, കുറച്ച് ചെയ്തുള്ളൂ. വ ഉജ്റ കസീറ, വലിയ പ്രതിഫലം വാങ്ങി, ധാരാളം കൂലി കിട്ടി. അപ്പൊ നോക്കൂ നിങ്ങൾ, അവസാനം നന്നാകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ പറഞ്ഞ ചരിത്രവുമായി ബന്ധപ്പെട്ട് നൽകിയ ഏറ്റവും വലിയ ഉപദേശം, മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, ജനങ്ങൾ കാണുന്ന സമയത്തൊക്കെ അവരിങ്ങനെ സ്വർഗത്തിന്റെ പണി ഇങ്ങനെ എടുക്കും, എന്നിട്ട് അവസാനം നരകത്തിന്റെ പണിയെടുത്ത് നരകാവകാശിയായിട്ട് പോകും. വേറെ ചില ആളുകളുണ്ട്, അവർ ആളുകൾ കാണുന്ന സമയത്തൊക്കെ നരകത്തിന്റെ പണിയാണ് എടുത്തത്, പക്ഷെ അവസാനം സ്വർഗത്തിന്റെ പണിയെടുത്ത് സ്വർഗാവകാശിയായിട്ടാണ് പോകും. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീൻ, പ്രവർത്തനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത് ആ പ്രവർത്തനങ്ങളുടെ അന്ത്യം എങ്ങനെ എന്ന് നോക്കിയിട്ടാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്താൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, അന്ത്യം നന്നാകാൻ നമ്മൾ എപ്പോഴാണ് അന്ത്യം എന്നറിയെങ്കിൽ അതിൻ്റെ 2 ദിവസം മുമ്പാണ് നന്നായാൽ മതിയല്ലോ. അതറിയാത്തത് കൊണ്ട് തന്നെ നമ്മളൊരു സത്യസന്ധമായ വിജയകരമായ സിറാത്തുൽ മുസ്തഖീമിനെ സ്വീകരിച്ചത് കൊണ്ട് തന്നെ മരണം വരെ അതിൽ നിലനിൽക്കാനുള്ള പരിശ്രമമാണ് നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇരുണ്ട രാത്രി കണക്കെ പരീക്ഷണങ്ങൾ നിങ്ങളെ തേടി വരും.
ആ സമയത്തുള്ള അവസ്ഥ എന്തായിരിക്കും? യുസ്ബിഹുർ റജുലു മുഅ്മിന വയുംസി കാഫിറ. ചില ആളുകൾ പ്രഭാതത്തിൽ അവൻ മുസ്ലിം ആയിരിക്കും, വയുംസി കാഫിറ, വൈകുന്നേരം ആകുമ്പോഴേക്ക് അവന് കാഫിറായിട്ടുണ്ടാവും. സുബൈന് പള്ളിയിലുണ്ടായിരുന്നു, സുബൈന് പള്ളിയിലുണ്ടായി കണ്ട് സംസാരിച്ച് പോയാൽ ചിലപ്പോ മഗ്‌രിബിന് ശേഷം അവന്റെ സ്റ്റാറ്റസിനൊക്കെ ഒരു മാറ്റം. നമ്മളെ ഭാഷയിൽ പറഞ്ഞാല് അപ്പൊ എന്ത് വെച്ചാല് ഞാനൊക്കെ വിട്ടു. ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഐ ആം ആൻ എക്സ് മുസ്ലിം, ഞാനൊരു എക്സ് മുസ്ലിം ആയിട്ടുണ്ട്. ഞാൻ ഇന്നലെ വരെ അല്ലെ കഴിഞ്ഞ മണിക്കൂർ വരെ ഞാനൊരു മുസ്ലിം ആയിരുന്നു, ഞാനതൊക്കെ വിട്ടു. ചിലപ്പോൾ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ, രാത്രി ഇശാസ്കാരം കഴിഞ്ഞ് കയ്യൊക്കെ കൊടുത്ത് പിരിയുമ്പോ സലാം പറഞ്ഞ് പിരിഞ്ഞ ആളാണ്. നേരം വെളുത്തപ്പോ സുബൈന് പള്ളിയിൽ എന്ത് വെച്ചപ്പോ ഞാനൊക്കെ നിർത്തി, പരിപാടി നിർത്തി, അതുകൊണ്ടൊന്നും ഇപ്പൊ വലിയ കാര്യമല്ല എന്ന് പറയുന്ന കാലം വരും. ആ നിലക്കുള്ള പരീക്ഷണങ്ങളുടെ കാലം വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. ആ സമയത്ത് ദുനിയാവിൻ്റെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി അവനവന്റെ ദീനിനെ കച്ചവടമാക്കും, ദീനിനെ വിൽക്കും, ദുനിയാവ് നേടാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ആളുകൾ ദീനിനെ പണയപ്പെടുത്തും, ചെറിയ തോതിലും വലിയ തോതിലും ഒക്കെ ദീനിനെ പണയപ്പെടുത്താറുള്ളത് പലപ്പോഴും ദുനിയാവിൻ്റെ ചില കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പോ നമ്മളെവിടെയെങ്കിലൊക്കെ ഒരു വിദേശ നാട്ടിലൊക്കെ പോയി അപ്പൊ റൂമിലെല്ലാവരും, ഇന്നിപ്പോ നമ്മളവിടെ മലയാളികളുടെ ഒരു സംഘമുണ്ട്, ഗാനമേളയും പരിപാടിയൊക്കെ ഉണ്ടാവുന്നത് പോയി വെക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ആജാതി പരിപാടിക്കൊന്നും നാട്ടിൽ പോവാത്ത ഒരാളാണല്ലോ, 4 വട്ടം നിർബന്ധിച്ചപ്പോൾ ഇങ്ങനെ പോയി. പിന്നെ അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ കിട്ടില്ല, ഞാനവിടെ പുറത്തുണ്ടാവും എന്നൊക്കെ പറഞ്ഞു പോയി. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി പിന്നെ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കാണാം മറ്റുള്ളവരെക്കാളും വലിയ തുള്ളലും ചാടലും വേനക്കാരും. അപ്പൊ ചിലപ്പോ തൽക്കാലം എങ്ങനെയാണ് പോട്ടെ, ദുനിയാവിന്റെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി, ദുനിയാവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയത്തിൽ, സാമ്പത്തികമായി കുറച്ച് ഞെരുക്കവും പ്രയാസമൊക്കെ ഉള്ള കാലമാണ്. അപ്പൊ ഏതെങ്കിലും ഒരുത്തൻ നമ്മളടുത്ത് വന്നിട്ട് പറയാണ്, പിന്നെ നിങ്ങൾക്ക് പറ്റിയ നല്ലൊരു ബിസിനസ് ഉണ്ട്, നിങ്ങൾ പണിയൊന്നും എടുക്കണ്ട, നിങ്ങൾ 4 ആളെ ചേർത്താൽ മതി, പിന്നെ നിങ്ങൾക്ക് പൈസ ഇങ്ങനെ വരും. അപ്പൊ അതിന്റെ മഹത്വവും അതുകൊണ്ടുള്ള നേട്ടവും, അതുകൊണ്ട് നന്നായ 4 ആള് കാറുകൊണ്ട് കിടക്കുന്ന ഫോട്ടോ ഒക്കെ കാണിച്ചു തരുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്നാ ഏതായാലും ഒരു പണി ദൂരമില്ലാതെ നിൽക്കുകയാണ്, എന്നാ ഇവിടെ കൂടിയ 4 ആളെ അളിയന്മാരെയും മറ്റേ കുടുംബക്കാരെയൊക്കെ ഒന്ന് വിളിച്ച് ചേർത്താൽ എനിക്ക് എൻ്റെ ജീവിതം ഉഷാറായി പോകാലോ എന്നൊക്കെ കരുതി അതിന് ചേർന്നിട്ടുണ്ടാവും. അപ്പൊ അത് കണ്ട് ആരെങ്കിലും ഒരുത്തം വന്ന് നമ്മളെടുത്ത്, അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അതിന്റെ ഹലാൽ വേണം നമുക്ക് നോക്കിനോ, പിന്നെ അത് എന്തായാലും ഹലാലാണ്, നിങ്ങൾ അതിന്റെ എല്ലാ വശവും പഠിച്ചണോ, പിന്നെ മറ്റേ ഉസ്താദൊക്കെ ഉണ്ടായില്ലേ, മൂപ്പരൊക്കെ പഠിക്കാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ എന്നൊക്കെയാണ് ചോദിച്ച് ന്യായീകരിച്ച് അവിടെ ആകെ എന്തേ ഉള്ളൂ, ഇന്നത്തെ കാലത്ത് നമ്മളൊന്നും തോന്നുന്നു നോക്കിയാൽ നടക്കൂല, നമുക്ക് നമ്മളെ നിലനിൽപ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ദീനിനാണ് വിറ്റുകൊണ്ട് ദുനിയാവിന്റെ ചില ലക്ഷ്യങ്ങൾ അവൻ നേടിയെടുക്കാൻ ദീനിനെ കച്ചവടാക്കുന്ന, രാവിലെ കണ്ടവൻ വൈകുന്നേരം അവിശ്വാസിയാകുന്ന, വൈകുന്നേരം മുസ്ലിമായവൻ നേരം വെളുക്കുമ്പോഴേക്ക് ദീന് പെടുന്ന രൂപത്തിൽ ഇരുണ്ട രാത്രി കണക്കെ പരീക്ഷണം വരുന്ന കാലഘട്ടം നിങ്ങൾക്കുണ്ടാകുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കാൻ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് തുടക്കത്തിൽ പറഞ്ഞത് ബാദിറൂ ബിൽ അഅ്മാൽ എന്നാണ് ആ ഹദീസിന്റെ തുടക്കം. കർമ്മങ്ങളിൽ സജീവമായിട്ട് പടച്ചവനിലേക്ക് അടുക്കാനാണ് ആ കാലഘട്ടത്തിൽ നിങ്ങൾ പരിശ്രമിക്കേണ്ടത്. അപ്പോൾ എല്ലാ കാലത്തും ആളുകൾക്ക് ഒരുപോലെ ദീനിൽ നിലനിൽക്കാൻ കഴിയുന്ന, സത്യം സ്വീകരിച്ചത് കൊണ്ട് തന്നെ ആ സത്യത്തിൽ അടിയുറച്ചു നിൽക്കാൻ കഴിയണമെന്നില്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജിൽ അതിന്റെ 11-ാമത്തെ ആയത്തിൽ ഒരു വിഭാഗം മനുഷ്യരെ കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്. വമിനന്നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ, മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്. എന്താ അവരുടെ പ്രത്യേകത? യഅ്ബുദുല്ലാഹ്, അവർ അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കും. അലാ ഹർഫിൻ, ഒരറ്റത്തിരുന്ന്, ഒരു വക്കത്തിരുന്ന്, ഒരു തെല്ലിലിരുന്ന് അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കുന്നവർ എന്ന് പറഞ്ഞാൽ
ശരിയായ ദീനിന്റെ അകത്തേക്ക് അവർ കയറി നിന്നിട്ടുണ്ടാവില്ല. ഒരു ദീനിന്റെ വക്കത്ത് കൂടി ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടാവും. ദീന് പൂർണ്ണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫിസ്സിൽമി കാഫ, പൂർണ്ണമായി ഇങ്ങോട്ട് ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം. അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ ഇസ്ലാമിന്റെ ഒരു പരിസരത്തൊക്കെ ഇങ്ങനെ ഉണ്ടാവും. വമിനൻ നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫ്, ഒരു അറ്റത്തിരുന്ന് തെല്ലിലിരുന്ന് അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്നവർ. എന്നിട്ട് അവരെ കുറിച്ച് പറയാണ്, ഫഇൻ അസ്വാബഹു ഖൈറുൻ ഇത്മഅന്ന ബി, അവൻ എന്തെങ്കിലും ഒരു ഹൈറായ കാര്യങ്ങൾ ഉണ്ടായാൽ അതിലിങ്ങനെ സമാധാനമടഞ്ഞ് തൃപ്തിപ്പെട്ടവൻ ഇങ്ങനെ മുന്നോട്ട് പോകും. ഒരു നല്ല കാര്യം, അവനക്ക് പ്രയാസമൊന്നുമില്ലാത്ത, അവനക്ക് ഗുണകരമായ നേട്ടമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടായാൽ അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അവൻ ഇങ്ങനെ പോകും. വഇൻ അസ്വാബതുഹു ഫിത്നതുൻ ഇൻഖലബ അലാ വജ്ഹി, അവൻ എന്തെങ്കിലും ഒരു പരീക്ഷണം ഉണ്ടായാൽ മുഖം കുത്തി വീഴും. ഖസിറദ് ദുനിയാ വൽ ആഖിറ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. ഖസിറദ് ദുനിയാ വൽ ആഖിറ, അവന്റെ ഇഹവും പരവും അവന് നഷ്ടമായി. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അതാണ് ഏറ്റവും വ്യക്തമായ പരാജയം, നഷ്ടം. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഒരു തെല്ലിലിരുന്ന് പടച്ചവനെ ഇബാദത്ത് എടുക്കുക, എന്നിട്ട് മുഴുവൻ ഉള്ളിൽ കയറിയിട്ടില്ല, ദീനിന്റെ മധ്യത്തിലേക്കും അവൻ എത്തിയിട്ടില്ല, അറ്റത്ത് വക്കിലാണ് ഇപ്പോഴും ഉള്ളത്. സന്തോഷകരമായ കാര്യങ്ങൾ ഉണ്ടായി, വലിയ പരീക്ഷണവും പ്രയാസമൊന്നും ഉണ്ടായില്ല, കച്ചവടത്തിൽ വലിയ തരക്കേടില്ല, രോഗവും മറ്റു പ്രയാസമൊന്നുമില്ല, മക്കളും കൂട്ടവും കുടുംബമൊക്കെ ആയിട്ട് നല്ല ഹാപ്പി ആയിട്ടാണ് നമ്മളെ ജീവിതം പോണേ. അപ്പൊ ഇങ്ങനെ നിസ്കാരത്തിനും സാധനത്തിനും ഒക്കെ ഉണ്ടാവും, തൗഹീദ് എന്നൊക്കെ പറഞ്ഞ് നടക്കും. എന്നാൽ വൈൻ അസ്വാബതുഹു ഫിത്ന, ഏതെങ്കിലും നിലക്കുള്ളൊരു പരീക്ഷണോ പ്രയാസോ അവന് വന്നാൽ ഇൻഖലബ അലാ വജ്ഹിഹി, മുഖം കുത്തി വീഴും ആ മനുഷ്യൻ. അപ്പോ ചിലപ്പോൾ ശിർക്കിലേക്ക് അവനെത്തും. എന്താ നിസ്കാരത്തിനും കാണാത്തത്? എന്തല്ല, ഭയങ്കര തിരക്കാണ്, എന്തൊക്കെയോ പ്രയാസങ്ങളാണ്. ഒരു അസുഖം വന്നാൽ ചിലപ്പോ എന്താ ഞാൻ അത്രയും കാലം നിസ്കരിച്ചിട്ടൊക്കെ ബന്ധമുണ്ടായി. അതല്ലെങ്കിൽ തൗഹീദിലൊക്കെ ഉഷാറായിട്ട് പോണ ആള്, കുട്ടിക്കൊരു രോഗം വന്ന് 3-4 ഡോക്ടർമാരെ കാണിച്ചിട്ട് വലിയ മാറ്റമൊന്നുമില്ല. അപ്പോഴാണ് അയലോക്കത്ത് ഒരാൾ വന്നിട്ട്, ഒരു താത്ത വന്നിട്ട് നമ്മളെ ഭാര്യനോട് പറയാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വാസമൊന്നും ഉണ്ടാവില്ല, എനിക്കെന്തായാലും എൻ്റെ കുടുംബത്തിന് നല്ല വിശ്വാസമാണ്, ചിലപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പൊയ്ക്കൊള്ളണമെന്നൊന്നുമില്ല, എന്നാലും എൻ്റെ ഒരു വസിയത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ ഏതായാലും ആ ജാറത്തിങ്ങ് പോയിട്ട് ഒന്ന് ജാറം മൂടി പോന്നോക്കി, ചിലപ്പോൾ മറ്റേ തങ്ങളെടുത്ത് പോയിട്ടൊന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പിന്നെ ഊതി ചൊല്ലി കെട്ടി നോക്കി, വിശ്വാസമൊന്നും വേണ്ട, വെറുതെ ഒന്ന് കെട്ടി നോക്കി. ചിലപ്പോൾ ഏതായാലും അലോപ്പതിയും ഹോമിയോവും പിന്നെ ആയുർവേദവും ഒക്കെ കാണിക്കണ്ടല്ലോ, കൂട്ടത്തിൽ ഇതൊന്ന് ചെയ്തു നോക്കി, നിങ്ങൾക്ക് വിശ്വാസമൊന്നും വേണ്ട. ഒരു പരീക്ഷണം വരുമ്പോൾ ചിലപ്പോൾ അവന്റെ ആ നിലപാടിന്ന് മുഖം കുത്തി വീഴും. ഖസിറദ് ദുനിയാ വൽ ആഖിറ, ഇഹവും പരവും നഷ്ടപ്പെടുന്ന, ഇഹലോകവും പരലോകവും ഇല്ലാതെയാകുന്ന പരിപാടിയാണത് എന്നതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. തൗഹീദ് മുതൽ ഇങ്ങോട്ട് ദീനിന്റെ പല കാര്യങ്ങളിൽ ചിലർക്ക് വിശ്വാസത്തിൽ പോലും അടിയുറച്ചു നിൽക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാവും. വേറെ ചില ആളുകൾ തിന്മകൾക്കുള്ള സാഹചര്യം ഉണ്ടായാൽ ആ തിന്മ ചെയ്തു പോകുന്ന ആളുകൾ ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, നാളെ പരലോകത്ത് തിഹാമ പർവ്വതം കണക്കെ കർമ്മങ്ങളുമായി കടന്നു വരുന്ന ചില ആളുകളുണ്ട്. തിഹാമ പർവ്വതം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം നല്ല വെള്ളാരം കല്ലൊക്കെ ഉള്ള നല്ല തിളക്കമുള്ള പർവ്വതമാണ്, വലിയ പർവ്വതമാണ്. നബി പറയണ ഇതുപോലെ നന്മകളുമായിട്ട് പരലോകത്ത് കടന്നു വരുന്ന ചില മനുഷ്യരുണ്ട്. ഞാനിവിടെ ഇങ്ങനെ പറയുന്നതിൽ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? പടച്ചോനെ, ഇതിലേതെങ്കിലും ഒന്നിൽ ഞാൻ ഉണ്ടോ എന്ന് നമ്മൾ ശരിക്കും ചോദിക്കണം. എനിക്ക് എൻ്റെ ദീനിൽ ഒരു ഇസ്തിഖാമത്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം നമ്മൾ. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു പരീക്ഷണം വരുമ്പോൾ തൗഹീദ് വിട്ടുപോകുന്ന ഒരു സ്വഭാവം ഉണ്ടോ എനിക്ക്? മതപരമായ കാര്യങ്ങളിൽ വിശ്വാസരംഗത്ത് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ വീഴ്ച വന്നു പോകുന്നവരിൽ ഞാനുണ്ടോ? ഇനി അതില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ തിഹാമ കണക്കെ നന്മകൾ ചെയ്ത മനുഷ്യരുണ്ട്, അവരതുമായിട്ട് പരലോകത്ത് വരും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ അവർ കൊണ്ടുവന്ന ആ കർമ്മങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ധൂളിയാക്കി കളയും, പാറ്റിക്കളയും, പറത്തിക്കളയും. ധൂളി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഓടിനൊക്കെ ദ്വാരം ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടി വെയിൽ വരുമ്പോൾ കാണുന്ന പൊടിപടലങ്ങൾക്കാണല്ലോ എന്ന് പറയാം. ഒരു പർവ്വതം കണക്കേ നന്മയുമായി വന്ന മനുഷ്യരെ ഇങ്ങനെ പടച്ചോനെ അതൊന്നും അല്ലാതാക്കി കളയും. അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, സിഫ്ഹും ലനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ അവരെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞേര്. ആരാണവർ? ഒരു പർവ്വതം കണക്കേ നന്മയുണ്ടായിട്ടും ആ നന്മയുടെ ഗുണം അനുഭവിക്കാൻ കഴിയാതെ അത് നഷ്ടപ്പെട്ടു പോകുന്ന ആ ഹതഭാഗ്യരായ മനുഷ്യർ ആരാണ് പ്രവാചകരെ? അവരെ സിഫ്ഹും ലനാ, ഞങ്ങൾക്ക് അവരെ ഒന്ന് വർണ്ണിച്ചു തരൂ, വിശദീകരിച്ചു തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയാണ്, അവര് നിങ്ങളെപ്പോലെയൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ്. സ്വഹാബത്തിനോട് പറയുന്നത് നിങ്ങളൊക്കെ പോലെയുള്ള ആൾക്കാർ തന്നെയാണ്. അവരുടെ രാത്രി നിസ്കാരം ഉണ്ടാവും, അവർ കുറെ നന്മകൾ ചെയ്യും, നോമ്പെടുക്കും, ഒക്കെ ചെയ്യും. എന്നാ വഇദാ ഖലൂ ബിമഹാരിമില്ലാഹ് ഇൻതഹകുഹാ, അല്ലാഹ് ഹറാമാക്കിയ ഒരു കാര്യത്തിൽ ചേരാൻ ഒരു സ്വകാര്യമായ അവസരം അവർക്ക് കിട്ടിയാൽ, അവരൊരു തെറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഒറ്റപ്പെട്ടു കഴിഞ്ഞാൽ അതാണ് ചെയ്തു പോകും. എന്നാ ഇവിടെ രാത്രി നിസ്കാരം വരെ ഉണ്ട്. ആലോചിക്കണേ, രാത്രി നിസ്കാരം വരെ ഉണ്ടാകണമെങ്കിൽ ഒരാൾക്ക് എത്ര ശ്രദ്ധ ഉണ്ടാവണം? അതുവരെ ചെയ്യുന്ന, രാത്രി എഴുന്നേറ്റ് വരെ നിസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന, നോമ്പെടുക്കുന്ന, അങ്ങനത്തെ നന്മകളൊക്കെ ചെയ്യുന്ന ആളുകൾ. പക്ഷെ വൈദാ ഖലൂ ബിമഹാരിമില്ലാഹ്, അല്ലാഹ് ഹറാമാക്കിയ കാര്യങ്ങളോട് ഒറ്റക്കിരിക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ അതിലേക്ക് അവരങ്ങോട്ട് ചേർന്നു കൊടുക്കും. അവരുടെ ആ പർവ്വതം കണക്കെയുള്ള ആ കർമ്മങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ധൂളിയാക്കി പാറ്റി പറത്തിക്കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അപ്പൊ ചില ആളുകൾ തൗഹീദുമ്മ ഉറച്ചു നിൽക്കാൻ പറ്റൂല. വേറെ ചില ആളുകൾക്ക് ചിലപ്പോ ചെയ്യുന്ന തെറ്റ്, ആ തെറ്റിനൊരു സാഹചര്യം കിട്ടിയാൽ വീണ്ടും വീണ്ടും ആ തെറ്റ് ചെയ്യും. പശ്ചാത്താപത്തിന്റെ മനസ്സൊക്കെ ഉണ്ടാവും, എനിക്കൊന്ന് ശരിയാണെന്നുണ്ടാകും. പക്ഷെ അടുത്തൊരു ചാൻസ് വീണ്ടും കിട്ടിയാൽ വീണ്ടും ചിലപ്പോൾ എന്ത് ചെയ്യും? ആ തെറ്റ് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് നിരന്തരമായി നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കണേ. നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാതെ കൂടെ കൊണ്ടു നടക്കണം എന്തെങ്കിലും അങ്ങനത്തെ തെറ്റുണ്ടോ? വിശ്വാസികളുടെ സ്വഭാവം പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞത് വലം യുസിറു അലാ മാ ഫഅലു, അവരൊരിക്കലും അവര് പ്രവർത്തിക്കുന്നതും തെറ്റാണ് എന്നറിഞ്ഞിട്ട് അവരൊരിക്കലും അതിൽ അടിയുറച്ച് നിൽക്കൂല എന്നാ പറഞ്ഞത്. പശ്ചാത്തപിച്ച് മടങ്ങും. നമ്മൾ അതിലാണോ? അതല്ല, പശ്ചാത്തപിക്കണമൊക്കെ ഉണ്ട്, എന്നാലും ആ തെറ്റങ്ങോട്ട് പോകണില്ല. ചിലപ്പോൾ റമദാനൊക്കെ വന്ന സമയത്ത് തീരുമാനമൊക്കെ എടുത്ത് ഇനി ഞാൻ എന്തായാലും എൻ്റെ മൊബൈൽ ഉപയോഗിച്ചൊരു അനാവശ്യം ഞാൻ കാണൂല, ഒരു തിന്മ കാണൂല എന്നൊക്കെ വിചാരിച്ച് പെരുന്നാളും കഴിഞ്ഞ് പിന്നെ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയി 1-2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അറിയാതെ എന്തെങ്കിലുമൊക്കെ സാഹചര്യം കിട്ടിയപ്പോൾ കണ്ടുപോയിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കി. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ? വിശ്വാസരംഗത്താണോ എനിക്കൊരു ഉറച്ച നിലപാടില്ലാത്തത്? അതല്ല, എനിക്ക് തിന്മകളുടെ കാര്യത്തിൽ, അധർമ്മങ്ങളുടെ കാര്യത്തിലാണോ എനിക്കൊരു ഉറച്ച നിലപാടില്ലാതെ ഞാൻ ആ തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? വേറെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നന്മകൾ ചെയ്യുന്ന കാര്യത്തിലാണ് അവർക്കൊരു സ്ഥിരതയില്ലാത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ ചെയ്യുന്നത് കുറച്ചാണെങ്കിലും സ്ഥിരമായി ചെയ്യണം. അപ്പൊ നമ്മൾ ക്ഷമയെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. ക്ഷമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളെപ്പോഴും ക്ഷമയുടെ ഏതു തലമാണ് സംസാരിക്കാറുള്ളത്? ക്ഷമയുടെ 3 തലങ്ങളിൽ നമ്മളെപ്പോഴും സംസാരിക്കാറും ചർച്ച ചെയ്യാറുള്ളതും അതിലെ ഒരു തലം മാത്രമാണ്. എന്ന് പറഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പരീക്ഷണമോ പ്രയാസമൊക്കെ ഉണ്ടായാൽ അവിടെ നമ്മൾ ക്ഷമിക്കണം. നമ്മളും ക്ഷമിക്കണം എന്ന് പറയും. നമ്മൾ മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ഉപദേശം കൊടുക്കും, ഒക്കെ ചെയ്യും. പക്ഷേ
ഒരു പരീക്ഷണമോ പ്രയാസമോ ഉണ്ടാകുമ്പോൾ ക്ഷമ, അത് മാത്രമാണോ ക്ഷമ? 3 കാര്യങ്ങൾ ക്ഷമയുടെ ഭാഗമാണെന്ന്. ക്ഷമയില്ലെങ്കിൽ മനുഷ്യന് ഇങ്ങനത്തെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും വന്നാൽ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവിടെ ക്ഷമ വേണം. എന്നാൽ അതിന് മാത്രമല്ല ക്ഷമ വേണ്ടത്. നമുക്കൊരു നന്മ ചെയ്യണമെങ്കിൽ ക്ഷമിക്കാൻ കഴിയണം. ഒരു തിന്മ ചെയ്യാതിരിക്കണമെങ്കിൽ ക്ഷമ വേണം. നന്മ ചെയ്യണമെങ്കിൽ ശരിക്കും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മാനമര്യാദക്ക് നിസ്കാരം നിർവഹിക്കണമെങ്കിൽ കുറച്ച് അടങ്ങി ഒതുങ്ങി ശരിക്കും നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി നമ്മൾ ചെയ്യുന്നത് എന്താ? നമ്മൾ ഇഹലോകവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തും ഒന്നും മാറിക്കാണല്ലോ. അപ്പൊ അവിടെ ക്ഷമിച്ചു നിന്ന് ഒരടക്കവും ഒതുക്കത്തോടു കൂടി ആ കർമ്മം പൂർത്തിയാക്കി ചെയ്യണമെങ്കിൽ ക്ഷമയില്ലാത്ത ഒരാൾക്ക് നിസ്കാരം മര്യാദക്ക് നിർവഹിക്കാൻ കഴിയൂല. ഹജ്ജ് ഒരാൾ ചെയ്ത് പൂർത്തിയാക്കണമെങ്കിൽ എത്ര വലിയ ക്ഷമ വേണം? ഒരാൾക്ക് അയാള് നയിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സമ്പത്തിന്റെ ഒരു വിഹിതം എടുത്തിട്ട് മറ്റൊരാൾക്ക് കൊടുക്കണമെങ്കിൽ, സകാത്ത് കൊടുക്കണമെങ്കിൽ, സ്വതക്ക കൊടുക്കണമെങ്കിൽ അയാൾക്ക് എത്ര വലിയ ക്ഷമ വേണം? ഒരാൾക്ക് ഉംറ ചെയ്യണമെങ്കിൽ എത്ര ക്ഷമ വേണം? ഒരാൾക്ക് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ നോമ്പ് പൂർത്തിയാക്കണമെങ്കിൽ എത്ര വലിയ ക്ഷമ വേണം? നന്മ ചെയ്യണമെങ്കിൽ ക്ഷമ വേണം, തിന്മ ചെയ്യാതിരിക്കണമെങ്കിൽ ക്ഷമ വേണം. അതുകൊണ്ടാണ് വസ്തഈനു ബിസ്സബ്രി വസ്സലാ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. നിങ്ങൾ ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും പടച്ചവനിലേക്ക് സഹായം തേടുക. പടച്ചവനെ പേടിക്കാത്ത ആൾക്കാർക്കൊക്കെ അത് കുറച്ച് കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. അപ്പൊ ചില ആളുകൾക്ക് സ്ഥിരത കിട്ടാതെ പോണത് നന്മ ചെയ്യണ കാര്യത്തിലായിരിക്കും. ചിലർക്ക് വിശ്വാസ രംഗത്ത് ബാക്കിയെല്ലാം ഉഷാറാണ്, പക്ഷെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴേക്ക് ശിർക്കിലേക്ക് വരെ പോകുന്ന സാഹചര്യം ഉണ്ടാവും. വേറെ ചില ആളുകൾക്ക് വിശ്വാസ രംഗങ്ങളൊക്കെ ക്ലിയർ ആയി കൊണ്ട് നടക്കും, പക്ഷെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചില തെറ്റുകൾ അതിൻ്റെ സാഹചര്യത്തിലേക്ക് അവരെ എത്തിപ്പെട്ടാൽ ചിലപ്പോൾ അങ്ങോട്ട് തെറ്റാണ് ചെയ്തു പോകും. അതുവരെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ബാക്കി എല്ലാം ശ്രദ്ധിക്കും. വേറെ ചില ആളുകൾക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, പക്ഷെ നന്മകൾ അങ്ങോട്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് ഇങ്ങോട്ട് ശരിയായി കിട്ടണില്ല. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആമൻതു ബില്ലാഹ് ഖുൽ റബ്ബി അല്ലാഹ് തുമ്മ ഇസ്തഖിം, നീ അള്ളാഹു ആണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞില്ലേ, ഇനി അത് നീ ഉറച്ചു നിൽക്കണമെന്ന് പറഞ്ഞ ആ ഉറച്ചു നിൽക്കുന്ന ഇസ്തിഖാമത്തിന് നഷ്ടം പറ്റുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. സഹോദരങ്ങളെ, ചിലപ്പോൾ നമുക്കതിന് കാരണമാകുന്നത് ചില പ്രകോപനങ്ങളായിരിക്കും. ചിലപ്പോൾ മനുഷ്യന് ഇസ്തിഖാമത്ത് നഷ്ടപ്പെടാൻ കാരണമാകുന്നത് ചില പ്രലോഭനങ്ങളായിരിക്കും. ചിലപ്പോൾ മനുഷ്യന് ഇസ്തിഖാമത്ത് നഷ്ടപ്പെടാൻ കാരണമാകുന്നത് ചില വേദനകളും കഷ്ടപ്പാടുകളുമായിരിക്കും. ചിലപ്പോൾ മനുഷ്യന് ദീനിൽ ഉറച്ചു നിൽക്കാൻ അവന് കഴിയാതെ പോകുന്നത് ചിലപ്പോൾ ചില നിരാശയായിരിക്കും. ഇതുകൊണ്ടൊക്കെ ഈ നിലനിൽപ്പ് നഷ്ടപ്പെടും. ചിലപ്പോ നല്ല ഒരു പേടിപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന പരീക്ഷണം ഉണ്ടായാൽ ചില ആളുകൾ തൽക്കാലം എന്ത് ചെയ്യും? ദീനും വന്ന് പെടും. ഇപ്പോ മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ കാലത്ത് നമുക്കൊക്കെ അറിയ ഒരു വലിയ ചർച്ച ഉണ്ടായി. എന്തായിരുന്നു ചർച്ച? വിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണോ കലാമാണോ എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും, ഈ വിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണോ കലാമാണോ എന്നുള്ളത് ഈ ഒരു ചർച്ചയിൽ ഇപ്പൊ ഇത്ര വലിയ സംഭവം ഉണ്ടോ? ശരിക്കും ഖുർആൻ അള്ളാന്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥനയിൽ പോലും അഊദു ബി കലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് പറയില്ലേ? അത് അള്ളാന്റെ സൃഷ്ടിയാണെങ്കിൽ ശരിക്കും നമ്മൾ ആരെ വെച്ചിട്ടാ സഹായം തേടുന്നത്? പടച്ചവന്റെ സൃഷ്ടിയെ പിടിച്ച് സഹായം തേടുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് സൃഷ്ടി കലാം എന്നുള്ള ചർച്ച വളരെ കനപ്പെട്ട തൗഹീദിനെ ബാധിക്കുന്ന ചർച്ചയാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അപ്പൊ തുടക്കത്തിൽ കൂടെ നിൽക്കാനും അത് പറയാനും കുറെ ആളുകൾ ഉണ്ടായി, പലരും കൂട്ടിനുണ്ടായി. പക്ഷെ പതിയെ പതിയെ ഓരോ ദിവസവും സമയവും കഴിയുമ്പോൾ ഓരോരുത്തരായിട്ട് രംഗം വിടാൻ തുടങ്ങി. അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി മാത്രമായി
തൻ്റെ ആ ഒരു വാദത്തിൽ ഉറച്ചു നിൽക്കാൻ. ശക്തമായ പീഡനങ്ങളും പ്രയാസങ്ങളും ഏൽക്കേണ്ടി വന്നു, ചാട്ടവാറിനടി കൊള്ളേണ്ടി വന്നു. ആ സമയത്ത് ആ രാജാവ്, ഭരണാധികാരി വരെ പറഞ്ഞു, നിങ്ങൾ തൽക്കാലത്തേക്ക് ഒറ്റ തവണയെങ്കിലും താങ്കളുടെ നിലപാടൊന്ന് മാറ്റി പറഞ്ഞാൽ താങ്കളെ ഫ്രീ ആക്കാം, വെറുതെ വിടാം. ഒറ്റ തവണക്കെങ്കിലും മാറ്റേണ്ടി വരുന്ന എന്താണ്? ഇസ്ലാമിന്റെ അടിത്തറയാണ് മാറ്റാൻ പറയുന്നത്. അദ്ദേഹം അതിനെ കൂട്ടാക്കിയില്ല. എത്ര വലിയ വേദനയും കഷ്ടപ്പാടും അദ്ദേഹത്തിന് സഹിക്കേണ്ടി വന്നു. ഇന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ, മൊത്തം നമുക്കിടയിൽ ഒരു ചിത്രീകരണം നടക്കുന്നുണ്ട്. പുതിയ കാലത്തൊരു ചിത്രീകരണം നടക്കുന്നുണ്ട്. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ 2 വിഭാഗം ആളുകളുണ്ട് എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ചിന്തിക്കും, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ 2 വിഭാഗമുള്ളൂ, എത്ര വിഭാഗമുണ്ട്? ആ നിലക്കല്ല. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ലിബറലുകൾ, മതനിരാസത്തിന്റെ ആളുകൾ, ദൈവനിഷേധികളായിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ കൂടിയിട്ട് മുസ്ലിങ്ങളെ പോലെ 2 ആക്കി. ഒന്ന് നല്ല മുസ്ലിം, മറ്റൊന്ന് ചീത്ത മുസ്ലിം. നല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളെ കണ്ണിലെ നല്ല മുസ്ലിം ആരാ? അയാള് സുബൈക്ക് പള്ളിയിലുണ്ടാവും, അയാള് 5 നേരത്തെ ജമാഅത്ത് കൃത്യമായിട്ട് നിർവഹിക്കും, അയാള് ദിവസം കുറച്ചു നേരം ഖുർആനൊക്കെ നോക്കും, അയാള് വസ്ത്രം നെര്യാണിക്ക് മുകളിലെടുക്കാൻ ശ്രദ്ധിക്കും, അയാള് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന എന്ന രൂപത്തിൽ വന്ന കാര്യമാണ് താടിയുമായി ബന്ധപ്പെട്ട വിഷയം. അപ്പോൾ അയാൾ താടി വളർത്തിയിട്ടുണ്ടാവും. അയാളെ ഭാര്യ പുറത്തിറങ്ങുമ്പോൾ മുഖവും മുൻകൈ ഒഴികെയുള്ള ബാക്കി ഭാഗമൊക്കെ കൃത്യമായിട്ട് മറച്ചിട്ടുണ്ടാവും. അത് മര്യാദക്ക് കുറച്ച് ലൂസൊക്കെ ഉള്ള പർദ്ദയും അല്ല ഇറങ്ങിക്കിടക്കുന്ന മഫ്തൊക്കെ ഇട്ട് പുറത്തിറങ്ങും. ചിലപ്പോൾ ഇന്നത്തെ കാലമല്ലേ എന്ന് വിചാരിച്ച് ചിലപ്പോൾ മുഖവും കൂടി മറച്ചിട്ടുണ്ടാവും. രാവിലെ അധികാറുകളൊക്കെ ചൊല്ലാനുള്ള ശ്രദ്ധ ഉണ്ടാവും. അയാളുടെ വീട്ടിൽ ഒരു കല്യാണം ഉണ്ടാകുമ്പോൾ ഈ കൂത്താട്ടവും പാട്ടും കളിയും തുള്ളലും ചാടലും ഒന്നും ഉണ്ടാവില്ല. അവർ അടക്കം ഒതുക്കം ഉണ്ടാവുക കല്യാണത്തിന്. ഇതൊക്കെയാണ് നമ്മളെ കണ്ണിലുള്ള നല്ല മുസ്ലിം. പക്ഷെ ഇത് 2 ആക്കിയ ആൾക്കാരെ കണ്ണിലുള്ള നല്ല മുസ്ലിം ഇതല്ല. ഈ പറഞ്ഞത് ചീത്ത മുസ്ലിമാണ്. നല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ, മുസ്ലിം പേരുണ്ട്, പള്ളിക്ക് ഓണിലൊന്നും പോനിക്ക് ആക്ഷേപമൊന്നുമില്ല, ഓനും പറ്റുന്ന സമയത്തൊക്കെ പള്ളിയിൽ പോകും, ചിലപ്പോൾ പോയില്ലെന്നും വരും. അവനങ്ങനെ എന്തെങ്കിലും കാര്യം വരുമ്പോൾ അതിൽ ഭയങ്കര കണിശമായിട്ടുള്ള നിലപാടൊന്നും ഉണ്ടാവില്ല. ഓനിക്കിപ്പോൾ സംഗീതം പാടില്ല, മഫ്തന്നെ ഇട്ടോളണം, തല മറച്ചിട്ടില്ലെങ്കിൽ എന്താ, അങ്ങനത്തെ ചർച്ചയിൽ ഓനിക്ക് ഒരു ഇൻവോൾവ്മെന്റും ഉണ്ടാവില്ല. അതൊക്കെ ലോകം വളരുന്നതിനനുസരിച്ച് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും, അതിനൊന്നും ഇപ്പോൾ പ്രശ്നമില്ല. ഈ 6-ാം നൂറ്റാണ്ടിലെ അന്നത്തെ കാലത്തെ പിന്നെ തന്നെ ഫോളോ ചെയ്ത് പോകണമെന്നൊന്നുമില്ല. ഡ്രസ്സും കാര്യങ്ങളും ഇപ്പം എങ്ങനെയായാലും ഇപ്പം എന്താ, ഓൻ സിനിമാശാലയിലും ഉണ്ടാവും, ഓൻ്റെ വീട്ടിൽ പരിപാടി ഉണ്ടാവും, എല്ലാ ആട്ടവും പാട്ടും ഉണ്ടാവും, പെരുന്നാൾക്ക് പള്ളിയിലും ഉണ്ടാവും, മരിച്ചോർത്ത് മയ്യത്തിൻ്റെ നിസ്കാരത്തിനും ഉണ്ടാവും. ഓനും തന്നെ ആരെയൊക്കെ വന്നാൽ പിരിവൊക്കെ കൊടുക്കുന്ന 2.5% ഇങ്ങനെ കണക്ക് നോക്കിയാണ്ട് വർഷാവർഷം സക്കാത്ത് കൊടുക്കാനും ചിലപ്പോൾ അവനെ കിട്ടിക്കൊള്ളണമെന്നില്ല. അവനാണ് അത്രയും നല്ല മുസ്ലിം. മുസ്ലിമാണ് ഇസ്ലാമിൻ്റെ ഷിയാറൊക്കെ പിന്നെ ജീവിതത്തിൽ നിന്ന് മാറ്റി വെച്ച് ജീവിക്കുന്ന അവൻ്റെ കണക്കിലുള്ള, നാട്ടുകാരെ കണക്കിലുള്ള നല്ല മുസ്ലിം. നേരത്തെ പറഞ്ഞ കണിശമായി ദീന് കൊണ്ട് നടക്കുന്ന ആളുകൾ ചീത്ത മുസ്ലിം. അവരെ കുറിച്ച് പറയാ, അവർ അക്ഷരപൂജകരാണ് എന്നാ പറയാ. അതായത് ഖുർആനും ഹദീസും എങ്ങനെ പറഞ്ഞോ അതിൽ ഓരോ അക്ഷരവും അങ്ങനെ തന്നെ എടുത്ത് കൊണ്ടു നടക്കുന്ന ആൾക്കാർ. അങ്ങനെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെ അക്ഷരപൂജയുടെ മതമല്ല, മറിച്ച് ആ പറഞ്ഞ ആശയങ്ങളൊക്കെ ഓരോ സാഹചര്യത്തിനനുസരിച്ച് വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തി അങ്ങനെ പോകാം എന്നൊക്കെ പറയുന്നത്. ഈ ഒരു വേർതിരിവ് നമ്മളെ നാട്ടിൽ നടക്കുന്നുണ്ട്. നമ്മളെ നിലപാടെന്താ? ഇങ്ങനത്തെ ഒരു ചർച്ച വരുമ്പോൾ ഏത് വിഭാഗത്തിൽ പേര് പറയപ്പെടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? ഓല കണ്ണില് നല്ല മുസ്ലിം ആയിട്ടില്ലെങ്കിൽ അത് ചിലപ്പോൾ കച്ചവടത്തെ ബാധിക്കും. അത് നമ്മുടെ നാട്ടിലുള്ള സ്വീകാര്യതയെ ചിലപ്പോൾ ബാധിക്കും, പല കാര്യത്തെയും ചിലപ്പോൾ ബാധിക്കും, കുറച്ചൊക്കെ ഇടങ്ങാറാകേണ്ടി വരും. അപ്പൊ തൽക്കാലം എന്താ വെച്ചാല് അതിനൊന്നും ഇപ്പോൾ നമ്മളെ കൊണ്ട് നടക്കൂലെന്ന് തോന്നിയാണ്ട് പിന്നെ കാണാം വസ്ത്രത്തിലൊക്കെ ഒരു മാറ്റം, ഓൻ്റെ പെരുമാറ്റത്തിലൊക്കെ മാറ്റം,
ഇങ്ങോട്ട് അതിനെന്താ പറയുക വെച്ചാൽ, ഇന്നത്തെ കാലത്ത് ഇപ്പം ഇങ്ങനെയൊന്നും ആയിട്ടില്ല, നിങ്ങളെപ്പോലെ നടന്നാലും ഒന്നും നടക്കൂല എന്ന് പറയുന്ന ആൾക്കാർ. അതാണ് ഞാൻ പറഞ്ഞത്, പ്രകോപനം, പേടിപ്പെടുത്തുന്ന, പ്രയാസപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ മതത്തിൽ നിന്ന് മാറിപ്പോകുന്ന ആളുകൾ. എന്നാൽ സ്വഹാബത്തിന്റെ നിലപാടെന്താ? ഉഹദ് യുദ്ധം കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാം, ഉഹദ് യുദ്ധത്തിൽ ഒരു പരീക്ഷണം ഉണ്ടായ യുദ്ധമാണ് ഉഹദ് യുദ്ധം. കുറച്ച് പ്രയാസമാണ് ഉണ്ടായത്. അപ്പോൾ ഉഹദ് യുദ്ധം കഴിഞ്ഞ് നബിയും സ്വഹാബത്തും ഇങ്ങനെ മടങ്ങി വന്നപ്പോൾ ശത്രുക്കൾക്കൊരാഗ്രഹം, ഇപ്പോൾ കുറച്ചൊരു പ്രയാസത്തിലാണല്ലോ, ഇപ്പൊ തന്നെ ഒന്നുകൂടി പോയാണ്ട് ഒന്ന് മദീനന്റെ ഉള്ളിക്കണ കയറിയാണ്ട് അറ്റാക്ക് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ഓരോടെ കയ്യിൽ കിട്ടുമോ. അപ്പൊ അതിനോരൊരു തന്ത്രമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു സംഘം കൂടി നിങ്ങളെ വീണ്ടും നേരിടാൻ വേണ്ടി വരുന്നുണ്ട് എന്നൊരു പ്രചാരണമൊക്കെ അവർ അഴിച്ചു വിട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ഒരു പോരാട്ടത്തിന് പോണ്ടി വന്നാൽ നമ്മൾ പോണ്ടി വരും. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കണ്ടീഷൻ വെച്ചു, ഉഹദ് യുദ്ധത്തിന് ആരാണോ പോകുന്നത് അവർ മാത്രമാണ് പോരേണ്ടത്. അതിൽ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്നിട്ടും പോരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തത് ജാബിർ റളിയല്ലാഹു അൻഹു മാത്രമാണ്. അതിന് വേറെ സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ അവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തു ആൽ ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതറിയോ? الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل الذين قال لهم الناس ജനങ്ങൾ അവരോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്ന الناس قد جمعوا لكم فاخشوهم, ആളുകൾ ഇതാ വീണ്ടും നിങ്ങൾക്കെതിരെ സംഘടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഫസാദഹും ഈമാന, ഓരോലെ ഈമാൻ വലിച്ചെറിഞ്ഞ് പോയി എന്നല്ല, ഫസാദഹും ഈമാന, ഈമാനിൽ അവർക്ക് വർധനവുണ്ടായി. എന്നിട്ട് അവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹ് മതി, ഭരമേൽപ്പിക്കാൻ അവനേക്കാളും ഉത്തമനായിട്ടുള്ള ആരാളുള്ളത്? സഹോദരങ്ങളെ, പരീക്ഷണങ്ങൾ വരും. ചിലപ്പോൾ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യും. നിങ്ങൾ ഈ രാജ്യത്തെ പൗരനാണോ അല്ലേന്ന് തെളിയിക്കേണ്ട കാലം വരും. ചിലപ്പോ നമുക്ക് കുറച്ച് പരീക്ഷണങ്ങളുടെയും പ്രയാസങ്ങളുടെയും വേദനയുടെയും കഷ്ടപ്പാടിൻ്റെയൊക്കെ അവസ്ഥകൾ വരും. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അവിടെ നമ്മുടെ നിലപാട് എന്തായിരിക്കും? ഈ സ്വഹാബത്ത് പറഞ്ഞതുപോലെ പറയാൻ നമുക്ക് പറ്റുമോ? ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അല്ലാഹ് മതി, അവനല്ലാതെ ആരിലാണ് ഭരമേൽപ്പിക്കാനുള്ളത്? ആ പടച്ചോനിൽ ഭരമേൽപ്പിച്ച് ദീനിൽ അടിയുറച്ചു നിൽക്കാൻ തീയിലേക്ക് എറിയപ്പെട്ടപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിന്നതുപോലെ, പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നപ്പോ ആസിയ റളിയല്ലാഹു അൻഹ നിന്നതുപോലെ നിൽക്കാനുള്ള ഈമാനിന്റെ കരുത്തും ശക്തിയും സഹോദരങ്ങളെ നമുക്കുണ്ടാകുമോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഞാൻ പറഞ്ഞത്, നമുക്ക് ദീനിൽ അടിയുറച്ചു നിൽക്കാൻ കഴിയാതെ പോകുന്ന ഒരു രംഗം എന്തെങ്കിലുമൊക്കെ പ്രകോപനപരമായ പ്രയാസകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ചിലപ്പോൾ തൗഹീദ് വന്ന ആൾക്കാർ വിടും, ചിലപ്പോൾ ഇങ്ങനെ പുറത്തേക്കുള്ള ദീനിന്റെ അടയാളങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഞാനും നിങ്ങളെ ഗണത്തിലുള്ള ആ നല്ല മുസ്ലിമെ തന്നെയാണ് കേട്ടോ ഞാനും ഉള്ളത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെന്റിന്റെ മതം കൊണ്ട് നടക്കുന്നിടത്ത് ശരിയായ ദീന് കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കണം. ഒന്ന്, ഈ പറഞ്ഞതാണ് നമ്മുടെ ഇസ്തിഖാമത്തിനെ നഷ്ടപ്പെടുത്താൻ കാരണമാകുന്ന വിഷയം. أشهد أن لا إله إلا الله
أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله ഓക്കെ. ഇപ്പൊ പറഞ്ഞു വന്നത് നമ്മുടെ മതപരമായ രംഗത്തുള്ള നമ്മുടെ നിലനിൽപ്പിനെ ഇല്ലാതെയാക്കാൻ കാരണമാകുന്ന ഒരു വിഷയം ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും വേദനയും സങ്കടവും ഒരു ഭീതിയുടെ സാഹചര്യം ഉണ്ടാകലായിരിക്കും. വേറെ ചിലപ്പോൾ നമ്മൾ മതപരമായ രംഗത്ത് നിന്ന്, ധാർമ്മിക മേഖലയിൽ നിന്ന്, ദീനിന്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോകാൻ കാരണമാകുന്നത് പ്രലോഭനമായിരിക്കും. പ്രലോഭനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുണ്ടാകുന്ന, നമുക്ക് താല്പര്യമുണ്ടാകുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളായിരിക്കാം ഒരു പക്ഷേ നമ്മളെ ദീനിന്ന് കൊണ്ടുപോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീന് പ്രബോധനം ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദീനിൽ നിന്ന് തെറ്റിക്കാൻ, സ്വഹാബത്തിനെ ദീനിൽ നിന്ന് തെറ്റിക്കാൻ ശത്രു ആദ്യം ചെയ്തത് എന്താ? കുറെ പീഡനവും പരീക്ഷണവും കഷ്ടപ്പാടും, കഴുത്തിൽ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്നുള്ള, ഇങ്ങനെയൊക്കെ കുറെ ചെയ്തു നോക്കി. അപ്പൊ ഇതുകൊണ്ടൊന്നും ഇവർ പിന്മാറുകയില്ല എന്ന് കണ്ടപ്പോ പിന്നെ അവർ ചെയ്ത തന്ത്രം ഒന്ന് പ്രലോഭനത്തിന്റെ വഴിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നാട്ടിലെ ഭരണം തരാം, നിങ്ങൾക്ക് അങ്ങനെയുള്ള സഹായം ചെയ്തു തരാം, ഇങ്ങനെ ചെയ്തു തരാം, നിങ്ങൾക്ക് എന്താണ് പൈസയാണോ വേണ്ടത് അത് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഭൗതികമായ എന്തെങ്കിലും മനുഷ്യന് താല്പര്യമുണ്ടാകുന്ന വിഭവങ്ങളെ മുന്നിൽ കാണിച്ചു തന്നിട്ട് അതുവഴി ദീനിന്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോകുന്ന ആളുകൾ ഉണ്ടാകും. അവിടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയോ? ചിലപ്പോ കുറച്ചൊന്നാണ് ദീനിന്റെ കാര്യം ഒന്നും മറന്നാല് ചിലപ്പോൾ വലിയ ലാഭം ഉണ്ടാക്കാൻ പറ്റും. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് നമ്മളിങ്ങനെ കച്ചവടത്തിൽ ഇങ്ങനെ ഒന്ന് മുന്നോട്ടൊരു സ്റ്റെപ്പ് വെക്കാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുമ്പോഴൊക്കെ ഏതെങ്കിലും ഒരുത്തം വന്ന് കണ്ട് ചിലപ്പോൾ നമ്മളോട് പറയാം, നിങ്ങളെ കച്ചവടത്തിന് പറ്റിയ ലോണ് നമ്മൾ തരും, ചെറിയ ശതമാനം പലിശ ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തൽക്കാലത്തേക്ക് എന്നെ കൊണ്ട് ആവതില്ലാത്തതുകൊണ്ടല്ലേ, കഴിയാത്തതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞുകാണ്ട് ചിലപ്പോൾ ചെറിയ തോതിലൊക്കെ ഉള്ള എന്തെങ്കിലും പലിശയും കാര്യമൊക്കെ കൂട്ടിക്കാണ്ടാണ് പോവുക എന്ന് തോന്നും. അപ്പൊ അവിടെ നമ്മൾ തൽക്കാലം പലിശയുടെ ചെറിയ ഇനം പോലും വളരെ കുറ്റകരമായതാണ് എന്നും ആ പലിശ കൊടുക്കലും വാങ്ങലും എഴുതലും സാക്ഷി നിൽക്കലും ഒക്കെ ഒരേപോലെ കുറ്റമാണ് എന്നൊക്കെ ഉള്ള ഹദീസൊക്കെ തൽക്കാലം ഒന്നും മറന്നിട്ട് കുറച്ച് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ പോകും.
അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വളരെ ബിസിനസ് രംഗത്ത് വളരെ പുരോഗതി നേടിയ ഒരു ബിസിനസ്സുകാരൻ, അദ്ദേഹം നമ്മുടെ പ്രോഫ്കോൺ പോലെയുള്ള പരിപാടികളിലും കാര്യങ്ങളൊക്കെ അതിഥിയായി വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ തീരുമാനിച്ച ഒന്നാമത്തെ തീരുമാനം, ഈ കച്ചവടത്തിൻ്റെ എവിടെയും ഒരു തരി പോലും പലിശ ഞങ്ങൾ ഉപയോഗിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾ ഈ കച്ചവടം തുടങ്ങിയത്. കച്ചവടം ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഒരുപാട് ആളുകൾ ഓഫർ കൊണ്ട് വന്നിരുന്നു, നിങ്ങൾക്ക് വേണ്ട സഹായമൊക്കെ നമ്മൾ ചെയ്തു തരാം. വെറുതെ നമ്മൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മുടെ ഈ ഇൻ്റർനെറ്റ് ഉപയോഗത്തിനൊരു സിസ്റ്റം ഉണ്ട്. നമ്മൾ ഈ ഗൂഗിളിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ എവിടെയെങ്കിലും കയറിയിട്ട് നമ്മൾ ഒരു കാറ് ഏതാ നല്ലൊരു മോഡൽ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ പിന്നെ നമ്മളെ കൊണ്ട് അവരാ കാറ് വാങ്ങിച്ചിട്ടേ അടങ്ങുള്ളൂ. നമ്മൾ എന്തോ തുറന്നു നോക്കിയാലും വരുന്ന പരസ്യം മുഴുവൻ ഈ കാറിൻ്റെ ആക്കാരം, ഈ കാർ വാങ്ങിക്കോളൂ, നിങ്ങൾക്ക് അങ്ങനെ. അവിടെ നമ്മളെ സാമ്പത്തികാവസ്ഥയും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ലോണ് തരാനും നമ്മളെ സഹായിക്കാനും EMI കാലാണ് ഇപ്പോൾ അല്ലേ. 1% പോലും പലിശ അല്ല എന്നാ പറയാം. അതിൻ്റെ കരാറും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഒരു ദിവസം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പലിശ കണി പോയി കൊടുക്കും. ഇങ്ങനെ മോഹിപ്പിച്ച് നമ്മളെ കൊണ്ടുപോവുക. ആ മോഹത്തിന്റെ പിന്നാലെ പോയിട്ട് ദീനിന്റെ ചില അതിർവരമ്പുകളൊക്കെ തൽക്കാലത്തേക്ക് മറക്കുക. ഈ നമ്മൾ കാണുന്ന തിന്മകളും എന്താണ്? ആ തിന്മകളും മനുഷ്യനെ മോഹിപ്പിക്കുകയാണ്. ഇപ്പൊ നമ്മളൊക്കെ ഒരു അവിഹിതമായ കാര്യത്തിലേക്ക് മനുഷ്യൻ പോകുന്നത് ദുനിയാവിൽ കിട്ടുന്ന ഒരു ഇഷ്ടം, ദുനിയാവിൽ കിട്ടുന്ന ഒരു ആസ്വാദനം, അതിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകാൻ ഒരാണോ ഒരു പെണ്ണോ നമ്മൾ മോഹിപ്പിക്കുകയാണ്. ആ പ്രലോഭനത്തിൽ വീണു പോകുമ്പോഴാണ് തൽക്കാലത്തേക്ക് ഞാൻ 5 വക്ത് നിസ്കരിക്കണ ആളല്ലേ, ഞാൻ ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള ചിന്ത തൽക്കാലം മനുഷ്യൻ മറക്കുകയാണ്. ചിലപ്പോൾ നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ പള്ളിയിൽ നിക്രമൊക്കെ ചെല്ലണ സമയത്താണ് നമ്മൾ സ്ഥിരമായിട്ട് ഒരുത്തിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ഓളെ മെസ്സേജിന് വന്നപ്പോൾ തൽക്കാലം നമ്മൾ എഴുന്നേറ്റ് പോകുകയാണ് അതിന് മറുപടി കൊടുക്കാൻ. മോഹിപ്പിക്കാൻ. ആ മോഹിപ്പിക്കലായിരിക്കാം നമ്മുടെ ഇസ്തിഖാമത്ത് ഇല്ലാതെയാക്കുന്ന വഴി. അവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞല്ലേ, ആരുടെ വീട്ടിലാണോ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നിൽക്കുന്നത് ആ പെണ്ണ് അങ്ങോട്ട് മോഹിപ്പിക്കാൻ ചെല്ലുകയാണ് ചെയ്തത്. വാതിലുകൾ കൊട്ടിയടച്ചിട്ട് ആ പെണ്ണ് പറഞ്ഞു, ഹൈത്തലക്, നീ ഇങ്ങോട്ട് വാ. അവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഖാല മഅദല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സന മത്വായ്. മഅദല്ലാഹ്, അല്ലാഹുവിൽ ശരണം തേടുന്നു. അവനാണ് എൻ്റെ രക്ഷിതാവ്, അവൻ എനിക്ക് ഏറ്റവും നല്ല ജീവിത സൗകര്യമാണ് ഇവിടെ ഉണ്ടാക്കി തന്നത്. എന്നിട്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നഹു ലാ യുഫ്ലിഹു ളാലിമൂൻ, അക്രമം ചെയ്യുന്ന ആളുകൾ ഒരിക്കലും വിജയിക്കൂല. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ തിന്മക്ക് പറ്റിയ എല്ലാ സാഹചര്യവും ആ വീട്ടിൻ്റെ അകത്തുണ്ടായിരുന്നു അല്ലെ. ഒന്ന് സ്വന്തം നാട്ടിലല്ല, മനുഷ്യനെ തെറ്റു ചെയ്യാൻ സഹായകമാകുന്ന ഒരു കാര്യം അറിയണ ആരും പടല്ല എന്നുള്ളതാണ് അല്ലെ. അറിയണ ആരും പടല്ല എന്നുള്ളതാണ് മനുഷ്യന് തെറ്റ് ചെയ്യാനുള്ളൊരു സഹായം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ അറിയുന്ന ഒരാളും ആ നാട്ടിലില്ല. രണ്ടാമത്തത്, ഇദ്ദേഹം എങ്ങാനും അങ്ങോട്ട് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ച് ചെന്നതാണെങ്കിൽ ഭരണാധികാരിയുടെ ഭാര്യയെ ഒരു തോന്നിവാസത്തിന് ക്ഷണിക്കാൻ ചെന്നു എന്നുള്ളത് യൂസുഫ് നബിക്ക് എത്ര വലിയ പീഡനം പ്രയാസം കിട്ടുന്ന കാര്യമാണ്. ഇതാ പെണ്ണ് ഇങ്ങോട്ട് വന്നതാണ്. വന്ന പെണ്ണ് ചില്ലറക്കാരിയല്ല. എന്തിന് സമ്മതം മൂളിയാലും അതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റണേ, അതൊക്കെ വളരെ സേഫായി കൊണ്ടു നടക്കാൻ പറ്റണേ കഴിവും പവറും ഒക്കെയുള്ള പെണ്ണാണ്. വഗല്ലകത്തിൽ അബ്വാബ്, ആ കൊട്ടാരത്തിന്റെ വാതിലുകൾ മുഴുവൻ അടച്ചിട്ടിട്ടാണ് ആ പെണ്ണ് തിന്മയിലേക്ക് ക്ഷണിച്ചത്. അവിടെയാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം മഅദല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചത്. അപ്പൊ പ്രലോഭനങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ്. മനസ്സിന് താല്പര്യമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ആ താല്പര്യമുള്ളതിൻ്റെ എല്ലാറ്റിൻ്റെയും പിന്നിലെ പോകാൻ ഒരിക്കലും
ഒരു വിശ്വാസിക്ക് പറ്റൂല. ഒരു കുറ്റിയടിച്ച് ആ കുറ്റിയിൽ കയറിട്ട് കെട്ടിയിട്ടുള്ള ഒരു നാൽക്കാലി, ഒരു മൃഗം, ആ മൃഗത്തിന് പോകാൻ ഒരു പരിധിയുണ്ട്. ആ പരിധിൻ്റെ ഉള്ളിലുള്ളിടത്തുള്ളൊക്കെ പോകാം. അതിൻ്റെ ഇടയിൽ അതിന് തിന്നാൻ പറ്റണമൊക്കെ തിന്നാം. ആ പരിധി വിട്ടു പോകാൻ അതിന് കഴിയില്ല. നമ്മൾ ദീനാകുന്ന ഒരു കുറ്റിയിൽ കെട്ടിയിടപ്പെട്ടവരാണ്. ആ പരിധിയിൽ നിൽക്കണം. ആ കുറ്റിയും പറിച്ച് ആ കെട്ടും പൊട്ടിച്ച് പോയാൽ ആ പോകുന്നത് അപകടത്തിലേക്കായിരിക്കും. മോഹിപ്പിക്കുന്ന പലതും ആ പരിധിൻ്റെ അപ്പുറത്ത് നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടാവും. അതിലേക്ക് പോകാതിരിക്കാനുള്ള കരുത്തുണ്ടാകണം. വേറെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചില പരീക്ഷണങ്ങൾ വരുമ്പോഴാണ് മനുഷ്യൻ ഇസ്തിഖാമത്ത്, ദീനിന്റെ നിലനിൽപ്പിനെ കിട്ടുക. അതുവരെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തരക്കേടില്ലാത്തൊരവസ്ഥയിലൊക്കെ അങ്ങനെ പോകും. പരീക്ഷണങ്ങൾ വരുമ്പോൾ എന്താ എനിക്കിങ്ങനെ വരുന്നത്, ഞാൻ എത്ര കാലമായി ഇങ്ങനെ പോകണോ അങ്ങനെ പോകണോ എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് വരുമ്പോൾ ദീന് വിട്ടു പോകുന്ന ആളുകൾ ഉണ്ടാകും. ആലോചിച്ച് നോക്കണേ, അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പരീക്ഷണമാണോ അദ്ദേഹത്തിനുണ്ടായത്? എല്ലാ നിലക്കും അദ്ദേഹം പരീക്ഷിക്കപ്പെട്ടു. മക്കൾ മരണപ്പെട്ടു പോയി, കൃഷി നഷ്ടപ്പെട്ടു പോയി, നാൽക്കാലികൾ ചത്തൊടുങ്ങിപ്പോയി. ഇങ്ങനെ പലതും സംഭവിച്ച് അവസാനം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ദീർഘമായ 14, 16, 18 ഒക്കെ വർഷം നീണ്ടു നിൽക്കുന്ന രോഗം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പരീക്ഷിച്ചു. അങ്ങനെ ശരീരം മുഴുവൻ രോഗം വന്ന് തഫ്സീറുകളിൽ പറയുന്ന, ചരിത്രത്തിൽ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ നാവുമ്മേക്ക് ആ മുറിവും കാര്യവും വരാൻ തുടങ്ങിയപ്പോൾ മര്യാദക്ക് ദിക്റും കാര്യങ്ങളും ചൊല്ലാൻ പറ്റാത്തൊരവസ്ഥ എത്തിയപ്പോഴാണ് പടച്ചോനെ അസുഖം മാറ്റിത്തരണേ എന്ന് അദ്ദേഹം പടച്ചോനോട് പറഞ്ഞതെന്നാണ്. സഹോദരങ്ങളെ, തുടർച്ചയായി പലതരത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ കുടുംബത്തിൽ ആരെങ്കിലും രോഗിയാവും. ആ രോഗിയായ ആളെ സഹായിച്ച് അതിൻ്റെ കാര്യത്തിന് ഓടി നടക്കുമ്പോൾ ചിലപ്പോൾ കച്ചവടം പൂട്ടിപ്പോകും. ചിലപ്പോൾ നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും സംഭവിക്കും. അല്ലാഹു എല്ലാ പ്രയാസങ്ങളും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒക്കെ സംഭവിക്കാലോ. ഒന്നിനു പിറകെ ഒന്നായി ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ആ പരീക്ഷണം വരുമ്പോൾ ചിലര് എന്തിപ്പോ 50 കൊല്ലം ഞാൻ ഒരു വക്തം മുടങ്ങാതെ നിസ്കരിച്ചിട്ട് ബന്ധി കിട്ടി, ഇനി കുറച്ചാൽ എങ്ങനെ നോക്കട്ടെ എന്ന് പറയല്ല. ദീനൊക്കെ വളരെ ഉഷാറായി കൊണ്ടുനടന്നിട്ടപ്പോ എൻ്റെ പരീക്ഷണങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടാവും. എന്നാ ഒരു ദീനിന്റെ ഷിയാറും കൊണ്ടടക്കാത്ത ഓനും ഇവനൊക്കെ പഠിച്ചോൻ എന്തൊക്കെ കൊടുക്കണത്, എന്താ ഈ ദീനുകൊണ്ട് നടന്നിട്ട് എന്താ കാര്യം, എന്താ എൻ്റെ മാത്രം ശരിയാകാത്തത്? അതല്ല ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട മാനസികാവസ്ഥ. മറിച്ച് ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്. ഈ ദുനിയാവിലേക്ക് വന്നതന്നെ എന്തിനാ? പരീക്ഷണം അനുഭവിക്കാൻ വന്നതാണ്. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ ആയത്തിന്റെ അർത്ഥം ഒന്ന് നോക്കി. വലനബുലുവന്നകും, നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ചെറിയ ചെറിയ പരീക്ഷണങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും കേട്ടോ എന്നല്ല. ചിലപ്പോൾ പരീക്ഷണം വരും, പരീക്ഷണം വരൂല, അത് നിങ്ങളെ ഭാഗ്യം പോലെ ഉണ്ടാകും എന്നല്ല പറഞ്ഞത്. വലനബുലുവന്നകും, പരീക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പൊ പരീക്ഷണം വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട എന്താ? ഇതിവിടെ ഉണ്ടാകുന്ന പടച്ച റബ്ബ് ഉറപ്പിച്ചു പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ദീന് വിട്ടു പോവുകയല്ല ചെയ്യേണ്ടത്. എന്തിനാ പരീക്ഷിക്കണത്? നമ്മൾ നിലപാട് എന്തായിരിക്കുമെന്നറിയാനാണ്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വബശ്ശിരിസ് സ്വാബിരീൻ. ഇതൊക്കെ മറികടന്ന് ക്ഷമിക്കാൻ കഴിയുന്ന മനുഷ്യനുണ്ടല്ലോ, അയാൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു മുസീബത്ത് വരുമ്പോൾ അവരുടെ നിലപാട് ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ പടച്ചോനുള്ളവരാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ,
ഞങ്ങൾ ആ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണ്. ആ ബോധ്യം ഉണ്ടാവുക. അതാരാണോ അവർക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചോളിന്ന്. അപ്പൊ പരീക്ഷണങ്ങൾ വരുമ്പോഴും ദീനിൽ അടിയുറച്ച് നിൽക്കാൻ നമുക്ക് കഴിയണം. പരീക്ഷണങ്ങൾ വരുമ്പോൾ വഴിമാറിപ്പോകുന്ന, പ്രയാസങ്ങൾ വരുമ്പോൾ ദീനിനെ മറക്കുന്ന ആളുകൾ ഉണ്ടാകും. വേറെ ചിലത് നിരാശയാണ്. ഇതൊന്നും ഇനിയിപ്പോൾ ശരിയാവൂല എന്നുള്ളൊരു തോന്നല്. സഹോദരങ്ങളെ, അതെങ്ങനെ നമുക്ക് പറയാൻ പറ്റുക? ഇതൊന്നും ശരിയാകൂല എന്ന് ആർക്ക് പറയാൻ പറ്റും? ഒരിക്കലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിരാശ എന്ന ഒരാവശ്യം തന്നെയല്ല. എന്തിനു നമ്മൾ നിരാശപ്പെടണം? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമ്മൾ പറയുന്നത് ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ള ആളാണ്. ചില ആളുകൾക്ക് എന്തിൻ്റെയൊക്കെ പേരിൽ, അസുഖത്തിന്റെ പേരിൽ, കുട്ടിയില്ലാത്തതിന്റെ പേരിൽ, ഇപ്പൊ നമ്മള് നാടിന്റെ സാഹചര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ എന്താ പറയാ? ഇപ്പോഴത്തെ നമ്മുടെ നാടിന്റെ അവസ്ഥകളും നിയമങ്ങളും കാര്യങ്ങളും പൊതുവെ നമ്മളോടുള്ള പ്രതികരണങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ എന്താ പറയാ? അതൊന്നും ഇനിയിപ്പോൾ ശരിയാവില്ല. നിങ്ങൾ ഇന്നത്തെ കാലത്തേക്കൊന്ന് ചിന്തിച്ച് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ കുറേ നമ്മുടെ രേഖയും കാര്യങ്ങളൊക്കെ ശരിയാക്കലും പരിപാടിയൊക്കെ നടക്കുകയാണ്. ചിലവരെങ്കിലും പറയുന്ന ഒരു വർത്താനം എന്താ പറയുക? അതിനു വേണ്ടി ഒരു പണിയെടുക്കാതെ എന്താ ഇപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് കാര്യം? ഇതൊക്കെ പോയി നമ്മളെല്ലാവരും ഉണ്ടാക്കിയാലും ഇവരൊക്കെ തന്നെ ഇതൊക്കെ കൊണ്ടുനടക്കുക. ഇതൊന്നും ഇപ്പം ഇനി ഒരു മോചനം നമുക്ക് ഉണ്ടാവില്ല. അതെല്ലായിടത്തും ഈ തലക്കുന്ന് മുതൽ ആ തല വരെ, താഴെ തട്ട് മുതൽ മുകളിൽ തട്ട് വരെ എല്ലാതും ഓല് സെറ്റാക്കി വെച്ചതുകൊണ്ട് ഇനിയിപ്പോ നമ്മക്ക് ഇതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. ഒക്കെ നിരാശയുടെ വർത്താനം. സഹോദരങ്ങളെ, ഫിർഔൻ വിശ്വാസികളെ പീഡിപ്പിച്ച കാലഘട്ടത്തിൽ നിന്നും അതിജയിച്ചു പോന്നിട്ടില്ല വിശ്വാസികൾ. നമ്രൂദ് ഒരുക്കിയ പരീക്ഷണങ്ങളിൽ നിന്ന് അതിജയിച്ചു പോന്നിട്ടില്ല വിശ്വാസികൾ. അതുകൊണ്ട് ആ അതിജയിക്കാൻ എനിക്ക് കഴിയും, നമുക്ക് കഴിയും എന്ന ബോധ്യം ഉണ്ടാകണം. കാരണം അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് വല്ലാതെ മനസ്സമാധാനം തരുന്ന ഒരു ആയത്താണ് സൂറത്ത് മറിയമിൽ സക്കരിയ നബിക്ക് കുട്ടിയെ കൊടുത്ത ആയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. മറിയം ബീവിക്ക് കുട്ടിയെ കൊടുത്ത വിഷയം ചർച്ച ചെയ്യുന്ന ആയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു പക്ഷെ ഒരു ചരിത്രം എന്ന നിലയ്ക്ക് നമ്മൾ അങ്ങനെ പഠിച്ചു പോയിട്ടുണ്ടാകും ആ ആയത്തുകൾ. ഒരാവർത്തി കൂടി ആ ആയത്തെടുത്ത് നമ്മളൊന്ന് മനസ്സ് അറിഞ്ഞ് അർത്ഥം വെച്ചൊന്ന് വായിച്ചു നോക്കണം. അത് വായിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പരീക്ഷണത്തെ മുന്നിൽ വെച്ച ആ ആയത്ത് വായിക്കണം എന്നേ പറയുന്നത്. എന്താണ് ആ ആയത്തിന്റെ അർത്ഥഗാംഭീര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾ, സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു കുട്ടിയെ കൊടുക്കുകയാണ്. ഇതാണ് കുട്ടി, യഹിയ എന്നാണ് ആ കുട്ടിയുടെ പേര് എന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ കൊടുക്കാൻ. ആ സമയത്ത് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് പറയുന്ന ഒരു കാര്യം എന്താ? ഖാല റബ്ബി അന്നാ യകൂനു ലി ഗുലാം വകാനത് ഇംറഅതി ആഖിറ വഖദ് ബലഗ്തു മിനൽ കിബരി ഉതിയ. പടച്ചോനെ, എനിക്ക് എങ്ങനെ കുട്ടി ഉണ്ടാവും? എൻ്റെ ഭാര്യ പ്രസവശേഷിയില്ലാത്ത പെണ്ണാണ്. ഞാൻ വാർദ്ധക്യം കൊണ്ട് വരൾച്ച സംഭവിച്ചു പോയൊരു മനുഷ്യനുമാണ്. എനിക്കെങ്ങനെ കുട്ടി ഉണ്ടാകും? അപ്പൊ ഭൗതികമായ എല്ലാ കണക്ക് വെച്ച് നോക്കിയാലും സക്കരിയ നബിക്ക് കുട്ടി ഉണ്ടാവില്ലല്ലോ. കാരണം അദ്ദേഹം തന്നെ പ്രാർത്ഥിക്കുന്നത് എൻ്റെ തല നിരക്കുകയും എല്ലുകൾക്ക് ദുർബലത സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ എല്ലിന് ദുർബലത വരിക എന്ന് പറഞ്ഞാല് നമ്മൾ മസിലൊക്കെ ഇങ്ങനെ തൂങ്ങിയാലും നമ്മൾ കുറച്ച് എഴുന്നേറ്റ് നടക്കും. നമ്മൾ തൊലിയൊക്കെ ചുക്കി ചുളിഞ്ഞാലും, പല്ല് കൊഴിഞ്ഞാലും, കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു വന്നാലും, കേൾവി കുറഞ്ഞു വന്നാലും, ഓർമ്മശക്തി കുറഞ്ഞു വന്നാലും ഒക്കെ നേടിയിട്ട് നടക്കൂലേ? ഈ ശരീരത്തിൽ എപ്പോഴും അവസാനം ദുർബലത വന്നു തുടങ്ങുന്നതാണല്ലോ എല്ലുകൾ. എല്ലുകൾക്ക് ദുർബലത വന്നു പോയൊരു മനുഷ്യന് പ്രാർത്ഥിക്കുകയാണ്. ഇനി പൂർണ്ണ ആരോഗ്യമുള്ള മനുഷ്യനാണെങ്കിൽ തന്നെ ഭാര്യയെ കുറിച്ച് പറഞ്ഞ എന്താ? വകാനത് ഇംറഅതി ആഖിറ, എൻ്റെ ഭാര്യ പ്രസവിക്കാൻ കഴിയാത്ത പെണ്ണാണ് എന്ന് പറഞ്ഞത്. എന്നിട്ട് അവർക്ക് കുട്ടിയെ കിട്ടിയപ്പോൾ അത്ഭുതം കൊണ്ട് സക്കരിയ നബി ചോദിക്കുകയാണ്, എങ്ങനെ കിട്ടി? അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത മറുപടി നമ്മൾ വായിക്കണം. ഖാല കദാലിക ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യിനുൻ ഖാല കദാലിക
സക്കരിയ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യം. പക്ഷെ ഖാല റബ്ബുക, താങ്കളുടെ റബ്ബ് പറയുന്നു, അടുത്ത വാക്ക് അടിവരയിട്ടോ, ഹുവ അലയ്യ ഹയ്യിനുൻ, എന്നെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമാണ്, വളരെ നിസ്സാരമായ വിഷയമാണ്. അടുത്ത പേജ് മറിയം ബീവിയുടെ ചരിത്രം നമ്മൾ വായിക്കുകയാണ്. ആ മറിയം ബീവി പറയാണ്, അല്ലാഹുവേ, എനിക്കങ്ങനെ കുട്ടി ഉണ്ടാകുക, വലം യംസസ്നി ബശർ വലം അകു ബഗിയ, വലം യംസസ്നി ബശർ, എന്നെ ഒരു പുരുഷൻ സ്പർശിച്ചിട്ടില്ല. തഫ്സീറുകളിൽ കാണാം ആ വാക്കിന്റെ അർത്ഥം എന്നെ ഒരു പുരുഷൻ സ്പർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അർഹമായ രൂപത്തിൽ, ഹലാലായ രൂപത്തിൽ, ശരിയായ രൂപത്തിൽ ഒരു പുരുഷ സ്പർശനം എനിക്ക് കിട്ടിയിട്ടില്ല. വലം അക്കു ബഗിയ, ഞാനൊരു തോന്നിയാസം കാട്ടിയെടുക്കണ പെണ്ണുമല്ല എന്ന് പറഞ്ഞാൽ അനർഹമായ, തെറ്റായ, പാടില്ലാത്ത വഴിക്കും ഒരു പുരുഷ സ്പർശനം എനിക്കുണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് എങ്ങനെ കുട്ടി ഉണ്ടാവും? അതിനുള്ള കൊടുത്ത മറുപടി ഇതേ മറുപടിയാണ്. ഖാല കദാലികി ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിനുൻ, മറിയം, നീ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യം. പക്ഷെ ഖാല റബ്ബുകി, നിന്റെ റബ്ബ് പറയുന്നു, ഹുവ അലയ്യ ഹയ്യിനുൻ, അത് എന്നെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, എന്താണ് ഇപ്പൊ ഈ എളുപ്പം എന്ന് പറഞ്ഞത്? പ്രകൃതിയുടെ സാധാരണ ഉള്ള സാഹചര്യം മാറ്റി മറ്റൊരവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് എനിക്ക് എളുപ്പമുള്ള കാര്യമാണ്. ഒരു പുരുഷൻ ഒരർത്ഥത്തിലും സ്പർശിച്ചിട്ടില്ലെങ്കിലും ഒരു പെണ്ണിന് കുട്ടിയെ കൊടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാണ്. അത് ഈ പ്രകൃതിയുടെ സിസ്റ്റത്തിന് തന്നെ അപ്പുറത്തുള്ള കാര്യമല്ലേ. അത് എന്നെ കൊണ്ട് പറ്റും എന്നാ പറഞ്ഞു. എല്ലുകൾക്ക് ദുർബലത വന്ന് മുഴുവൻ ശരീരത്തിന്റെ ശേഷിയും നഷ്ടപ്പെട്ട ഒരു പുരുഷന് പ്രസവശേഷി ഇല്ലാത്ത പെണ്ണിൽ കുട്ടിയെ കൊടുക്കുക എന്നത് എന്നെ കൊണ്ട് എളുപ്പമാണ്. നാം മനസ്സിലാക്കിയ പ്രകൃതിയുടെ എല്ലാ സിസ്റ്റത്തിന്റെയും അപ്പുറത്തുള്ള ഒരു കാര്യം ചെയ്യൽ എന്നെ കൊണ്ട് എളുപ്പമാണ് എന്ന് പറഞ്ഞു. ഈ ആയത്തൊന്ന് മനസ്സിരുത്തിയിട്ട് നിങ്ങൾക്ക് ഒരു 10-20 ലക്ഷം രൂപയുടെ ബാധ്യത നിങ്ങൾക്ക് ഉണ്ട് വിചാരിക്കും. ഒന്നും തോന്നിയാസം കാട്ടാൻ വാങ്ങിയോന്നല്ല വിചാരിക്കും. നിങ്ങൾക്ക് മെഡിക്കൽ സയൻസ് മരുന്നില്ല എന്ന് പറഞ്ഞ ഒരു രോഗമുണ്ട് എന്ന് വിചാരിക്കും. സാധാരണ നാട്ടിലെ കല്യാണപ്രായമൊക്കെ കഴിഞ്ഞ് പിന്നെയും ഒരുപാട് പ്രായത്തിലെത്തി നിൽക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ട് എന്ന് വിചാരിക്കും. കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടും കുട്ടിയില്ലാതെ ഡോക്ടേഴ്സ് അടക്കം സാധ്യത കാണില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ തിരിച്ചയച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഇത്ര കാലം അധ്വാനിച്ചിട്ടും സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്ന് വിചാരിക്കും. എന്നിട്ട് മനസ്സറിഞ്ഞിട്ട് ഈ ആയത്തെടുത്ത് നോക്കിയൊക്കെയാണെങ്കിൽ ഹുവ അലയ്യ ഹയ്യിൻ, അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാണ് എന്നാ പടച്ചോൻ പഠിപ്പിച്ചത്. പിന്നെ എന്തിനാണ് സഹോദരങ്ങൾ നമുക്ക് നിരാശ? നിരാശയില്ലാത്ത ഏതൊരു മനുഷ്യനാണ് ഈ ദീന് വിട്ടു പോകാൻ തോന്നുക? ഈ ദീന് കുറച്ചും കൂടി ഉഷാറാകല്ലാതെ ആർക്കാ ഈ ദീനും വന്ന് അകലാൻ തോന്നുക? അതുകൊണ്ട് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അടിയുറച്ചു നിൽക്കേണ്ട ഘട്ടത്തിൽ നിന്ന് മനുഷ്യരെ തെറ്റിച്ചു കൊണ്ടുപോകുന്ന കാര്യങ്ങൾ. അവിടെ നമ്മൾ, അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനം ഈ ദീനാണ്. ആ ദീനിൽ അടിയുറച്ചു നിൽക്കണം. നമ്മൾ ഹിദായത്തിന്റെ വഴിയിലായത് എൻ്റെ നിങ്ങളുടെയും ഭംഗിയോണ്ടോ നമ്മുടെ തറവാടിത്തം കൊണ്ടോ കുലമഹിമ കൊണ്ടോ സാമ്പത്തിക സ്ഥിതി കൊണ്ടോ അധികാരം കൊണ്ടോ ഒന്നുമല്ല. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ കിട്ടേണ്ട എത്രയോ മനുഷ്യന്മാരുണ്ടായിരുന്നു അല്ലേ? അബൂലഹബ് എന്നാ പറഞ്ഞ. അബൂലഹബിന്റെ ശരിക്കുള്ള പേരല്ലല്ലോ അത്. അബൂലഹബ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ മുഖത്തിന് ഭയങ്കര ഗ്ലാമർ ഉണ്ടായിരുന്ന ആളാണെന്ന്. കിട്ടിയിട്ടില്ലല്ലോ ഹിദായത്ത്. ലോകത്തെ ഏറ്റവും വലിയ അധികാരത്തിന്റെ ചെങ്കോലും കിരീടവും കൊണ്ടിടുന്ന ആൾക്കാരല്ലേ ഫറോവയും നമ്രൂദും. കിട്ടിയിട്ടില്ലല്ലോ ഹിദായത്ത്. 42 കൊല്ലം പ്രവാചകന്റെ കൂടെ ജീവിച്ച, പ്രവാചകനായതിനു ശേഷം 10 കൊല്ലം സംരക്ഷണം കൊടുത്ത് കൂടെ നിന്ന അബൂത്വാലിബിന് കിട്ടാത്ത ഹിദായത്ത് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹു യഹ്ദീ മൻ യശാ. താങ്കൾ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നതല്ല ഹിദായത്ത്. പടച്ചോൻ ഉദ്ദേശിച്ചവർക്ക് കിട്ടണം. ആ ഹിദായത്തിന്റെ വഴിയിൽ എത്തിപ്പെട്ടവരല്ലേ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും. അൽഹംദുലില്ലാഹ് എത്ര വട്ടം പറയണം?
ഈ ഈമാനിന്റെ മധുരം കിട്ടണമെങ്കിൽ നമ്മളിൽ ഉണ്ടാകേണ്ട കാര്യം എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസു മൻ കുന്ന ഫീ വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. 3 കാര്യം ഒരാളിൽ ഉണ്ടെങ്കിൽ അവൻക്ക് ഈമാനിന്റെ മധുരം അനുഭവിക്കാൻ പറ്റും. ഒന്ന്, അവന് മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടത് അല്ലാഹു റസൂൽ ആവണം. രണ്ടാമത്തത്, അവൻ ആരെ സ്നേഹിക്കണുണ്ടെങ്കിലും പടച്ചവന് വേണ്ടി സ്നേഹിക്കണം. മൂന്നാമത്തത്, ഈ സത്യത്തിന്റെ വഴിയിൽ ജീവിക്കാൻ അവസരം കിട്ടിയിട്ട് ഇനി തിരിച്ചു പോകാന്നുള്ളതിനെ നരകത്തിലെറിയപ്പെടുന്നതിനെ വെറുക്കുന്നത് പോലെയുള്ള ഒരു വെറുപ്പ് മനസ്സിലുണ്ടാകണം. പടച്ചോനെ ഇത് കിട്ടിയാലോ, ഇനി ഇതിന്ന് തിരിച്ചു നടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുതേ എന്ന് കൊതിച്ച് അതിനു വേണ്ടി പണിയെടുക്കണം. അതിന് പണിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മളെ മനസ്സ് നന്നാക്കണം, നമ്മുടെ നിയ്യത്ത് നന്നാക്കണം. നമ്മുടെ ലക്ഷ്യം നല്ലതാണെങ്കിൽ പടച്ച റബ്ബ് അത് പൂർത്തിയാക്കി തരും. മനസ്സക്കാ പടച്ചോന്റെ നോട്ടം. പുറത്തെന്തൊക്കെ വേഷം കെട്ടിയാലും നിയ്യത്ത് നന്നാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിതൊക്കെ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മളെ ജീവിതം മുഴുവൻ നന്നാകണമെങ്കിൽ നമ്മുടെ മനസ്സാണ് നന്നാകേണ്ടത്. അല ഇന്ന ഫിൽ ജസദി മുദ്ഗ ഫൈദാ സ്വലഹൽ ജസദു കുല്ലു വൈദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അല വഹിയൽ ഖൽബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ശരീരത്തിൽ ഒരു മാംസകഷ്ണുണ്ട്, അത് നന്നായ ശരീരം മുഴുവൻ നന്നാവും, അത് കേടുന്ന ശരീരം മുഴുവൻ കേടുവരും. അലാ, നിങ്ങൾ അറിയണം, വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്. അപ്പൊ മനസ്സിന് ശുദ്ധി ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു നന്മയിൽ നിലനിന്ന് കിട്ടാൻ. മനസ്സിന് ശുദ്ധിയും നല്ല നിയ്യത്തും ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ആ വഴിയിൽ പടച്ചും കൊണ്ടുപോകും. നമ്മുടെ നിയ്യത്ത് നല്ലതല്ലെങ്കിൽ പുറത്തുള്ള ഈ വേഷം കെട്ടലിന്റെ അപ്പുറത്തേക്ക് നമ്മളെ കാര്യങ്ങൾ നടക്കൂല. നിയ്യത്ത് നന്നായപ്പോൾ പടച്ചവൻ പരിഗണിച്ച എത്ര മനുഷ്യന്മാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ, യുദ്ധം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗനീമത്ത് സ്വത്ത് വീതിച്ച് ഒരു മനുഷ്യന് ഓഹരി കൊടുക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താ വെച്ചാൽ, ഈ സ്വഹാബത്തിന്റെ മൃഗങ്ങളൊക്കെ പരിക്ക് പറ്റിയതിനൊക്കെ പരിപാലിക്കലൊക്കെയാണ് ഡ്യൂട്ടി. അപ്പൊ അദ്ദേഹം പുറത്താണ്. ഈ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരാള് അദ്ദേഹത്തിനുള്ള ഗനീമത്ത് സ്വത്ത് കൊണ്ടുപോയി കൊടുത്തു. ആ സന്ദർഭത്തിൽ അദ്ദേഹം ചോദിച്ചു, ഇതെന്താണ്? വളരെ സുഖമാണ്, ഇങ്ങനെ ഒരു ഗനീമത്ത് സ്വത്ത് കിട്ടും എന്നുള്ളതൊന്നും അദ്ദേഹത്തിന് അറിയില്ല. ചോദിക്കണം, ഇതെന്താണ്? അപ്പോ ആ കൊണ്ടുപോയി സ്വഹാബി പറഞ്ഞു, ഇത് അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് വീതിച്ച് തന്ന ഗനീമത്ത് സ്വത്ത് എന്നുള്ളൊരു ഓഹരിയാണ്. അപ്പൊ അതിന് വാങ്ങി അവിടെ നേരെ നബിന്റെ അടുത്ത് നിന്നിട്ട് ചോദിക്കാണ്, ഇതെന്താണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് നിങ്ങൾക്ക് യുദ്ധാനന്തരം മുതൽ ഗനീമത്ത് നിന്ന് ഞാൻ നിങ്ങൾക്ക് തന്നൊരു ഓഹരിയാണത്. ആ സമയത്ത് ആ മനുഷ്യൻ പറയാണ്, അള്ളാഹുവിന്റെ റസൂലെ, അള്ളാഹുവാണ് ഇങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടി ഞങ്ങളൊപ്പം കൂടിയിട്ടില്ല കേട്ടോ. ഞങ്ങളപ്പം ഇതിനു വേണ്ടിയല്ല കൂടിയത്. ഞാൻ നിങ്ങളെ ചിന്തിക്കാം, നമ്മൾ എന്തിനു വേണ്ടിയാ മുസ്ലിം ആയത്? ആ മനുഷ്യൻ പറയണം, ഇങ്ങനത്തെ ഒരു ഓഹരി കിട്ടാൻ ഞങ്ങളൊപ്പം കൂടിയിട്ടില്ല. റസൂലെ, എനിക്കൊറ്റ ആഗ്രഹമുള്ളൂ. ഈ കഴുത്തിൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കൈവച്ചിട്ട് അദ്ദേഹം പറയാണ്, ശത്രുവിന്റെ അമ്പ് ഏറ്റിട്ട് ഇവിടെ ഇങ്ങനെ അമ്പ് കൊണ്ടിട്ട് എനിക്ക് ഷഹീദായിട്ട് നാളെ പരലോകത്ത് എനിക്ക് അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാവകാശിയാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പറയണ സത്യമാണ്, ഈ പടച്ചവൻ സത്യമാക്കി തരട്ടെ. അടുത്ത ഘട്ടത്തിൽ യുദ്ധം കഴിയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും ഷഹീദായിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് പറഞ്ഞു, റസൂലെ, ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഷഹീദായി, കൊണ്ടുവരാൻ പറഞ്ഞു. മുഖം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ഹുവ, ഇത് അയാളല്ലേ, നമ്മളോട് ആ സംസാരിച്ച ആളല്ലേ? സ്വഹാബത്ത് പറഞ്ഞു, അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജുബ്ബയഴിച്ച് ആ മനുഷ്യനെ കഫൻ പുടവയൊരുക്കിയിട്ട് അദ്ദേഹത്തെ കഫൻ ചെയ്തിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്, പടച്ചവനെ, ഇദ്ദേഹം നിന്റെ മാർഗത്തിൽ ഷഹീദാണ് എന്നതിന് ഞാൻ സാക്ഷിയാണ് റബ്ബേ. മതച്ചുകണേ, മനസ്സ് നല്ലതാണോ കരുതിയവർക്ക് പടച്ചോ എത്തിച്ചു കൊടുക്കണം. ഞാനും നിങ്ങളും ഈ ദീന് കൂടിയത് എന്തിനാണ്? ഭൗതികമായ എന്തെങ്കിലും ഒരു താല്പര്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ കഴിയില്ല. പരീക്ഷണങ്ങൾ വരുമ്പോ പതറും, പ്രയാസങ്ങൾ വരുമ്പോ തകരും, പീഡനങ്ങൾ വരുമ്പോൾ നമ്മൾ പിറകോട്ട് പോകും, പ്രലോഭനങ്ങൾ കാണുമ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് ദീനിനെ മറക്കും. ഭൗതികമായ നേട്ടങ്ങൾ എന്തെങ്കിലും മുന്നിൽ കണ്ടിട്ടാണ്
നല്ല ഇഖ്ലാസുള്ള മനസ്സോടുകൂടിയല്ല നമ്മൾ ഈ ദീനിൽ നിലനിൽക്കുന്നതെങ്കിൽ. രണ്ടാമത്തെ കാര്യം, നമ്മളെപ്പോഴും നമ്മുടെ സംസാരത്തെ, നാവിനെ നിയന്ത്രിക്കണം. നമുക്കൊരു ദീന് നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നാവാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 8ഓളം കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ദീനിൻ്റെ ഏറ്റവും ഉച്ചി ഏതാണ്, ദീനിൻ്റെ കടിഞ്ഞാണ് ഏതാണ്, ദീനിൻ്റെ ഏറ്റവും അടിസ്ഥാന തൂണ് ഏതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പഠിപ്പിക്കുന്ന, അതിൽ നബി ഇങ്ങനെ എണ്ണുന്ന കാര്യങ്ങളിൽ മൊത്തം നമ്മളിങ്ങനെ ലിസ്റ്റ് ചെയ്താൽ നമ്മൾ ഇസ്ലാം കാര്യങ്ങളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട്. കൂട്ടത്തിൽ സ്വതക്കയുണ്ട്, രാത്രി നിസ്കാരമുണ്ട്, ജിഹാദ് ഉണ്ട്, ഇങ്ങനെ പറഞ്ഞ എണ്ണീട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതൊക്കെ തകരാതെ കിട്ടാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞു തരട്ടെ, ഇതൊക്കെ ചെയ്തിട്ട് നഷ്ടപ്പെടാതെ പോകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞേട്ടെ. മാതൃ തന്നെ പറഞ്ഞത്. അവൻ നബി നാവ് ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, കുഫ അലൈക ഹാദാ, ഇതിനെ പിടിച്ചിർത്തിക്കോ, എന്നാ ഇതിൻ്റെയൊക്കെ കൂലി തകരാതെ കിട്ടും. അപ്പൊ മാതൃ തന്നെ ചോദിക്കാണ്, റസൂലെ നാവ് ഉണ്ടാക്കിയ വിപത്ത് കൊണ്ട് ഞങ്ങൾക്ക് നരകം കിട്ടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നരകത്തിൽ മുഖം കുത്തി വീഴുന്ന മനുഷ്യരിലധികവും നാവ് കൊയ്തത് കൊണ്ടല്ലാതെ പിന്നെ എന്തുകൊണ്ടാണ് നരകത്തിൽ എത്തുന്നത്? അപ്പൊ ഈ ദീനിന്റെ എല്ലാ സാധനവും ഉണ്ടെങ്കിലും നാവ് മര്യാദക്ക് കൊണ്ടടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇസ്തിഖാമത്ത് ഇല്ലാതെയാകും. മൂന്നാമത്തൊന്ന്, നമ്മുടെ കൂട്ടുകെട്ട് വളരെ പ്രധാനമാണ്. നമ്മുടെ കൂട്ടുകെട്ട് എപ്പോഴും ഒരു നന്മക്ക് പ്രേരിപ്പിക്കുന്ന കൂട്ടുകെട്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമ പറഞ്ഞതിന് എന്താ? നല്ല കൂട്ടുകാരന്റെ ഉപമ അത്ര വിൽപ്പനക്കാരനെ. നമ്മൾ മദ്രസന്ന് മുതലേ പഠിച്ചു പോകുന്ന ഹദീസാണ്. എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ, ചിലപ്പോ ഓൻ സൗജന്യമായിട്ട് എന്തെങ്കിലും തരും, ഇനി ഫ്രീ ആയിട്ടൊന്നും തന്നില്ലെങ്കിലും പൈസ കൊടുത്താലും അവിടുന്ന് നല്ലൊരു സാധനം വാങ്ങാൻ പറ്റും. ഇനി അതൊന്നും ഇല്ലെങ്കിൽ അവിടെ നിൽക്കണ സമയത്ത് ഒരു നല്ല മണം അനുഭവിച്ച് നിൽക്കാൻ പറ്റും. ഇതേപോലെയാണ് നല്ല കൂട്ടുകെട്ട്. ഒരിടത്തു നിന്ന് എപ്പോഴും നല്ലതാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ ആ ഒരു നന്മയുള്ള കൂട്ടുകെട്ടാണോ എനിക്കും നിങ്ങൾക്കും ഉള്ളത്? വലീദ് ഇബ്നു മുഗീറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയി. അദ്ദേഹത്തിന് ഇങ്ങനെ ഫസ്റ്റ് ഖുർആനൊക്കെ ഇങ്ങനെ കേട്ടപ്പോൾ തോന്നി, ഇതൊരിക്കലും ഞമ്മക്കടിയിൽ ജീവിച്ച മുഹമ്മദ് എന്ന മനുഷ്യന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പറ്റിയതല്ല ഇതൊന്നും. അദ്ദേഹം ആ നിലപാട് വന്ന് മക്കത്തുള്ള ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ പറയണ മാതിരി നല്ല കേട്ടോ. വലീദ് ഇബ്നു മുഗീറ കുറച്ചൊക്കെ ആ വിഷയത്തിൽ കാഴ്ചപ്പാടുള്ള ആളാണ്. അതുകൊണ്ട് മറുപടി കൊടുക്കാനൊക്കെ പറ്റുന്ന രീതി പറഞ്ഞാച്ചാണ്. നിങ്ങൾ വിചാരിക്കണ മാതിരി ഒന്നല്ല, ഇത് വേറെന്തോ ഒരു ശക്തി കൊടുക്കണ തന്നെയാണ്. അപ്പോൾ കൂടെ ഉള്ളവരൊക്കെ ഒന്നിങ്ങോട്ട് കൂടെ കൂടി, നിങ്ങളല്ല എന്താ നിലപാട് മാറ്റുക, നിങ്ങൾ ആരാന്നറിയില്ല, നിങ്ങൾക്കുള്ള സ്ഥാനം അറിയില്ലേ എന്നൊക്കെ പറഞ്ഞുകാണ്ട് ഒന്ന് നമ്മളെ ഭാഷയിൽ പറഞ്ഞൊന്ന് കുഞ്ഞാപ്പൊക്കെ അറിയില്ല, ഒന്നാണ് പൊക്കി വെച്ച്. ഇന്നഹു ഫക്കറ വഖദ്ദർ ثم قتل كيف قدر ثم نظر ثم عبس وبصر ثم أدبر واستكبر. ഒന്ന് ചിന്തിച്ചു ആലോചിച്ച് നിലപാടിന് മാറ്റി എന്നാണ്. എന്നിട്ട് പറഞ്ഞു, ഇത് സിഹർ തന്നെയാണ്. കൂട്ടുകാര് അല്ലെ, അബൂ ത്വാലിബ് മരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഇരുന്നിട്ട് പറഞ്ഞു, ഖുൽ യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, എന്ന് എനിക്ക് പഠിച്ചവനോട് പ്രാർത്ഥിക്കാലോ. അപ്പുറത്തപ്പോ അബൂജഹലിനെ പോലെയുള്ള ആൾക്കാർ ഇരുന്നാണ്ട് അവസാന സമയത്ത് പാപ്പകാരണവന്മാരെ നിലപാട് മാറ്റി പോകണ്ടട്ടോ എന്ന് പറഞ്ഞ അവസാനം ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിലായി മരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. കൂട്ടുകെട്ട് ഒരു പ്രശ്നമാണ്. കൂട്ടുകെട്ട് നന്നാക്കുക എന്നത് സഹോദരങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നാലാമത്തെ എന്താ പറയുക, പടച്ചവനെ കുറിച്ചുള്ള ഒരു വിചാരം എപ്പോഴും നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കണം. ഇത്തഖില്ലാ ഹൈസുമാ കുന്ത്, എവിടെയാണെങ്കിലും പടച്ചവനെ സൂക്ഷിച്ചു. പടച്ചോൻ കൂടണ്ട് എന്നുള്ള ബോധ്യം. ഗുഹയിലകപ്പെട്ട 3 ആളുകളിൽ ഒരാൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന, പടച്ചോനെ ഇഷ്ടപ്പെട്ട പെണ്ണിനെ തോന്നിയത് ചെയ്യാൻ പറ്റിയ ഒരു അവസരത്തിൽ കൈ കിട്ടിയിട്ടും ഞാനത് ചെയ്യാതിരുന്നത് അവൾ എന്നോട് പറഞ്ഞു, ഇത്തഖില്ലാ. അവർ ഒറ്റ വാക്കുകൊണ്ടാ റബ്ബേ ഞാനത് ചെയ്യാതിരുന്നത്. പടച്ചോനെ സൂക്ഷിക്കുക, എപ്പോഴും പടച്ചോൻ കൂടുണ്ട് എന്നുള്ള ചിന്ത ഉണ്ടാകുക. 5ാമത്തെ കാര്യം എന്താ അറിയോ, മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ആ മരിക്കുന്ന നിമിഷം നല്ല നിമിഷമല്ല എങ്കിൽ വേറെ എന്തുണ്ടായിട്ടും സഹോദരങ്ങളെ കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ്
നല്ല മരണം കിട്ടുന്നത് ആർക്കാണെന്ന് പറഞ്ഞപ്പോൾ സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹു പറഞ്ഞു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. الله പറഞ്ഞത് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹയാണെന്ന് പറഞ്ഞവർ, ثم استقاموا, എന്നിട്ട് അതിൽ അടിയുറച്ചു നിന്നവർ, تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. അവരുടെ അടുത്ത് മലക്ക് വന്നിട്ട് പറയും, ഭയപ്പെടണ്ട, ദുഃഖിക്കണ്ട, സ്വർഗണ്ട്, സന്തോഷിച്ചോളി എന്ന് പറയും. ആരോട്? റബ്ബ് അല്ലാഹയാണ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഉറച്ചു നിന്ന ആളുകൾ. മരണസമയത്ത് അത് കേൾക്കണമെങ്കിൽ സഹോദരങ്ങളെ, ആ മരിക്കണ നിമിഷം വരെ നല്ല നിലക്ക് ഇസ്തിഖാമത്തുള്ളവരായി ദീനിൽ അടിയുറച്ച് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ശരിക്കും എന്താ അറിയോ, പരീക്ഷണങ്ങളിൽ ദീന് കൊണ്ടടക്കുമ്പോഴാണ് നമ്മൾ ശരിക്ക് വിജയികളാകുന്നത്, അല്ലേ? നിസ്കരിക്കാൻ പറ്റിയ നല്ല അന്തരീക്ഷമൊക്കെ ഉണ്ട്, അപ്പം നിസ്കരിക്കുന്നുണ്ട്. അതിനാരെങ്കിലും ചോദ്യം ചെയ്യാൻ തുടങ്ങി, നിസ്കരിക്കണില്ല. അങ്ങനെയല്ല, പരീക്ഷണങ്ങൾ വരുമ്പോൾ അടിയുറച്ചു നിന്ന് കാണിച്ചു കൊടുക്കണം പഠിച്ചോനെ. ബിലാലും അമ്മാറും ഖബ്ബാബും യാസിറും സുമയ്യയും റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരൊക്കെ കാണിച്ചതുപോലെയുള്ള ആ ഇസ്തിഖാമത്ത് കാണിക്കാൻ നെഞ്ചത്ത് പാറക്കല്ല് കയറ്റി വെച്ച് വലിച്ചു കൊണ്ടുപോകുമ്പോഴും അഹദ് അഹദ് എന്ന് പറഞ്ഞ് തൗഹീദിന്റെ പ്രഖ്യാപനം നടത്തിയ ബിലാൽ റളിയല്ലാഹു അൻഹു, ശരീരം കറുത്തതാണെങ്കിലും വെളുത്ത മനസ്സിന്റെ തിളക്കമുള്ള മഹാനായ സ്വഹാബി, അവര് പോകുന്ന സ്വർഗം, അല്ലെ ബിലാലെ, സ്വർഗത്തിൽ താങ്കളുടെ കാലടിയുടെ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ ബിലാലിനോട്. ആശുഖൻ അദ്ദേഹത്തിന്റെ ദറജ, വിശുദ്ധമായ കഅബാലയത്തിന്റെ മുകളിൽ കയറി നിൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അവസരം കൊടുത്തില്ലേ? ആ കയറാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുഗ്രഹീത ശരീരം വെച്ച് കൊടുത്തില്ലേ? ഇവിടെ ചവിട്ടി കയറിക്കോന്ന് പറഞ്ഞില്ലേ? ആരാണ് ബിലാൽ? ഉമയ്യത്തിന്റെ അടിമയായ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് ഈ പദവി കൊടുത്തത് എന്താ? ആ ഈമാനാണ്. ഇവിടെ ആ പദവി ഉണ്ടെങ്കിൽ പരലോകത്ത് സ്വർഗത്തിലുള്ള പദവി എത്രയാണ്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മെലിഞ്ഞ ശരീരമായിരുന്നു. അദ്ദേഹം ഇങ്ങനെ അറാഖിന്റെ മരത്തുമ കയറി ജോലി ചെയ്യുന്ന സമയത്ത് താഴ്ന്ന് കണ്ട ആൾക്കാർ ഇങ്ങനെ നോക്കിയിട്ട് മെലിഞ്ഞ ആ സ്കെൽറ്റായിട്ടുള്ള കാല് കണ്ടപ്പോൾ ചിരിച്ചുപോയി. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾ ആ കാല് കണ്ടിട്ടാണോ ചിരിക്കണത്? നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മീസാനിൽ ഉഹദ് പർവ്വതത്തേക്കാൾ കനമുണ്ടാകും ആ കാലുകൾക്ക് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? ഈമാനിന്റെ കരുത്തുകൊണ്ടാണ്. അവർ പോകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ പരീക്ഷണങ്ങൾ കൂടി വരുമ്പോ ഉറച്ചു നിൽക്കണം. നാട്ടിലെ അയലോകത്തെ എല്ലാ വീടും ദീന് മറന്ന് എല്ലാ കൂത്താട്ടവും കൊണ്ടു നടക്കുമ്പോ നമ്മളെ വീട് നാടിന് മാതൃകയാവണം. അപ്പൊ നമ്മളെ കുട്ടികൾ പറയും, കുടുംബം പറയും, അപ്പുറത്ത് അങ്ങനെ ഉണ്ടായില്ല, ഇപ്പുറത്ത് ഉണ്ടായില്ല, അയാളും ആ പള്ളിയിൽ വരുന്ന ആളല്ലേ. ഓലെ നോക്കിയിട്ടല്ല നമ്മളെ ദീൻ. നമ്മൾ പടച്ചോനെ മനസ്സ് കണ്ടിട്ടുള്ള ദീനാണെങ്കിൽ നമ്മളതിൽ ഉറച്ചു നിൽക്കാനുള്ള മനസ്സ് കാണിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിൽ അടിയുറച്ചു നിന്ന് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാൻ ഉൾക്കൊണ്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരണത്തെ സ്വീകരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച് മരണത്തെ സ്വീകരിക്കാൻ കഴിയുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീൻ അടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء الدين ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله.